ഇന്നലെ ക്ലാസ്സിന് ഞാൻ പറഞ്ഞു തന്നൊരു ക്വസ്റ്റ്യൻ, ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പിന്നെ 2 ഹോംവർക്ക് ഞാൻ അയച്ചത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ടോട്ടൽ 3 ക്വസ്റ്റ്യൻ കിട്ടിയായിരുന്നോ? കിട്ടിയായിരുന്നു. സോ ഇതാ ഫസ്റ്റ് ക്വസ്റ്റ്യന് അക്കൗണ്ട്സ് പേയബിൾ തന്നിട്ടുണ്ട്. അക്കൗണ്ട്സ് പേയബിൾ ഒരു കറന്റ് ലയബിലിറ്റി ആണ്. ക്യാഷ് കറന്റ് അസറ്റ് ആണ്. ഷോർട്ട് ടേം ലോൺ ഒരു കറന്റ് ലയബിലിറ്റി ആണ്. മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ഒരു കറന്റ് അസറ്റ് ആണ്. ഇൻവെന്ററി ഒരു കറന്റ് അസറ്റ് ആണ്. ടോട്ടൽ നോൺ കറന്റ് അസറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, അതോടെ കൊടുക്കട്ടെ. അക്കൗണ്ട് റിസീവബിൾ തന്നിട്ടുണ്ട്, അതൊരു കറന്റ് അസറ്റ് ആണ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് തന്നിട്ടുണ്ട്, അതൊരു കറന്റ് ലയബിലിറ്റി ആണ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് തന്നിട്ടുണ്ട്, അതൊരു കറന്റ് അസറ്റ് ആണ്. ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ തന്നിട്ടുണ്ട്. ഓക്കെ, ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ നമുക്ക് ക്യാഷ് ഫ്ലോ റേഷ്യോ കാണാൻ വേണ്ടി യൂസ് ചെയ്യാം. സോ ഫസ്റ്റ് ചോദിച്ചത് കറന്റ് റേഷ്യോ ആണ് അല്ലെ. സോ കറന്റ് അസറ്റും കറന്റ് ലയബിലിറ്റിയും നമുക്ക് കണ്ടെത്തണം. സോ ഞാനിതാ കറന്റ് അസറ്റുകൾ ലിസ്റ്റ് ചെയ്യാണ്. ഇതാ കറന്റ് അസറ്റിലേക്ക് ക്യാഷ് ഉണ്ട് 7,000. അതുപോലെ തന്നെ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ഉണ്ട് 33,000. അതുപോലെ തന്നെ ഇൻവെന്ററി ഉണ്ട് 40,000. ഇൻവെന്ററി 40,000 ഉണ്ട്. പിന്നെ അക്കൗണ്ട്സ് റിസീവബിൾ ഉണ്ട് 10,000. അക്കൗണ്ട് റിസീവബിൾ 10,000 ഉണ്ട്. അതുപോലെ തന്നെ പ്രീപെയ്ഡ് എക്സ്പെൻസ് ഉണ്ട് 30,000 പ്ലസ് 30,000. സോ 5 ഐറ്റം ആണ് നമ്മുടെ കറന്റ് അസറ്റിൽ വരുന്നത്. സോ 7 പ്ലസ് 33 40 പ്ലസ് 40 80 90 പ്ലസ് 30 120. സോ 1,20,000 ആണ് നമ്മളെ കറന്റ് അസറ്റ് വരുന്നത് അല്ലെ. 1,20,000. ഇനി കറന്റ് ലയബിലിറ്റി എത്ര നമുക്ക് ലിസ്റ്റ് ചെയ്യാം. കറന്റ് ലയബിലിറ്റിയിൽ അക്കൗണ്ട്സ് പേയബിളിൽ 40,000 ഉണ്ട്, 40,000 പ്ലസ് ഷോർട്ട് ടേം ലോൺ ഉണ്ട് 60,000 പ്ലസ് 60,000. അതുപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഉണ്ട് 20,000. ഇത് 3 ഐറ്റംസ് ആണ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് 20,000. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ 40 പ്ലസ് 60 1,00,000 പ്ലസ് 20 1,20,000. നമ്മുടെ കറന്റ് അസറ്റും കറന്റ് ലയബിലിറ്റിയും സെയിം എമൗണ്ട് ആണ് 1,20,000 അല്ലെ. സോ ഇനി ഇതാ നമ്മുടെ കറന്റ് റേഷ്യോ കറണ്ട് കണ്ടു. അസറ്റ് ഏതൊക്കെയായിരുന്നു ഒന്നുകൂടെ പറയും. കറണ്ട് അസറ്റ് കറന്റ് അസറ്റ് ഏതൊക്കെയായിരുന്നു? കറന്റ് അസറ്റ് ഇതാ 70,000. ക്യാഷ് 7,000, 33,000 മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, പിന്നെ 40,000 ഇൻവെന്ററി, പിന്നെ 10,000 അക്കൗണ്ട്സ് റിസീവബിൾ, പിന്നെ 30,000 പ്രീപെയ്ഡ് എക്സ്പെൻസ്. 5 ഐറ്റം. 1,83,000 അല്ലേ എമൗണ്ട്? മാറിയെന്നറിയില്ല. ഈ ഈ ക്യാഷ് 70 അല്ല 7,000 ആണ്. 7,000. 70,000 ആണ് കൊടുത്തത്. ഓക്കെ 70 എടുത്തു. ഓക്കെ, എമൗണ്ട് ശ്രദ്ധിക്കണം. സോ ഇത് ക്യാഷ് ആണ്, പ്ലസ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, പ്ലസ് ഇൻവെന്ററി, പ്ലസ് അക്കൗണ്ട്സ് റിസീവബിൾ, അതുപോലെ തന്നെ 30,000 പ്രീപെയ്ഡ് എക്സ്പെൻസ്. പ്രീപെയ്ഡ് എക്സ്പെൻസ്. ഇനി കറന്റ് ലയബിലിറ്റീസ് 3 ഐറ്റം ആണ് ഉള്ളത്. ഇതാ അക്കൗണ്ട്സ് പേയബിൾ, അക്കൗണ്ട്സ് പേയബിൾ, അതുപോലെ തന്നെ ഷോർട്ട് ടേം ലോൺ 20,000 ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. സോ നമ്മുടെ കറന്റ് അസറ്റും കറന്റ് ലയബിലിറ്റിയും സെയിം എമൗണ്ട് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതാ കറന്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കറന്റ് അസറ്റ് ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റി, അതായത് 1,20,000 ഡിവൈഡഡ് ബൈ 1,20,000 1 അല്ലേ. ലെസ് ദാൻ സ്റ്റാൻഡേർഡ് ആണ്. ലെസ് ദാൻ സ്റ്റാൻഡേർഡ്. സ്റ്റാൻഡേർഡ് കറന്റ് റേഷ്യോ എന്ന് പറയുന്നത് 2 ആണ് അല്ലെ. ഇവിടെ 1 ഉള്ളൂ. ഇനി സോ കറന്റ് റേഷ്യോ കിട്ടി നമുക്ക് 1. ഇനി ക്വിക്ക് റേഷ്യോ നമുക്ക് കാണാം. ക്വിക്ക് റേഷ്യോ, ക്വിക്ക് റേഷ്യോ ഓർ ആസിഡ് ടെസ്റ്റ് റേഷ്യോ. ക്വിക്ക് റേഷ്യോ ഓർ ആസിഡ് ടെസ്റ്റ് റേഷ്യോയിൽ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ക്യാഷ് പ്ലസ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് പ്ലസ് അക്കൗണ്ട്സ് റിസീവബിൾ അല്ലെ, ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റി. ഇതാ ക്യാഷ് എന്ന് പറഞ്ഞാൽ 7,000 ആണ്. മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് 33,000 ആണ്. 33,000 ആണ്. അക്കൗണ്ട്സ് റിസീവബിൾ 10,000 ആണ്. ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റി 1,20,000. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വിക്ക് അസറ്റ്സ് ക്യാഷ് പ്ലസ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് പ്ലസ് അക്കൗണ്ട് റിസീവബിൾ എന്ന് പറഞ്ഞാൽ 7,000 പ്ലസ് 33,000 പ്ലസ് 10,000. സോ 50,000 ആണ് നമ്മുടെ ക്വിക്ക് അസറ്റ്സ്. 50,000 ഡിവൈഡഡ് ബൈ ഉപശിരക്കൊക്കെ തെറ്റിണ്ടാവും അല്ലെ. ഒരു സീറോ മാറിയൊക്കെ തെറ്റും. എല്ലാത്തിലും ഈ 70,000 കുഴപ്പമില്ല, മാറ്റി ചെയ്താൽ മതി. 50,000 ഡിവൈഡഡ് ബൈ 1,20,000, അതായത് ഡിവൈഡ് ബൈ 1,20,000. നമ്മുടെ ക്വിക്ക് റേഷ്യോ എന്ന് പറയുന്നത് 0.416 ആണ്. ഓക്കെ, ഇതും ലെസ് ദാൻ സ്റ്റാൻഡേർഡ് ആണ്. സ്റ്റാൻഡേർഡ് ക്വിക്ക് റേഷ്യോ എന്നുള്ളത് 1 ആണ്. ഓക്കെ, സോ
കറണ്ട് റേഷ്യോ കിട്ടി, ക്വിക്ക് റേഷ്യോ കിട്ടി 0.416 അല്ലെ. ഇനി മൂന്നാമത്തെ റേഷ്യോ നമ്മുടെ ക്യാഷ് റേഷ്യോ. ക്യാഷ് റേഷ്യോന്റെ ഇക്വേഷൻ ക്യാഷ് പ്ലസ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റി. ക്യാഷ് 7,000 പ്ലസ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് 33,000 ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റി 1,20,000. അതായത് 40,000 ഡിവൈഡഡ് ബൈ 1,20,000. 40,000 divided by 1,20,000. So 4 divided by 12, 0.333. ഇതാണ് നമ്മുടെ ക്യാഷ് റേഷ്യോ 0.333. ഇങ്ങനെ തന്നെ കിട്ടി. ഓക്കെ, ഇനി നാലാമത്തത് ക്യാഷ് ഫ്ലോ റേഷ്യോ. ക്യാഷ് ഫ്ലോ റേഷ്യോ. ക്യാഷ് ഫ്ലോ റേഷ്യോന്റെ ഇക്വേഷൻ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റി ആണ്. ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ എത്രയാണ്? 50,000 ഡയറക്ട്ലി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ 50,000 ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റീസ് അല്ലെ. 50,000 ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റീസ് 1,20,000 ആണ്. സോ നമ്മുടെ ക്വിക്ക് റേഷ്യോ ചെയ്ത പോലെ 50,000 ഡിവൈഡഡ് ബൈ 1,20,000 0.416. ഓക്കെ, ഇത് മോർ ദാൻ സ്റ്റാൻഡേർഡ് അല്ലേ? കാരണം 0.4 ആണ് സ്റ്റാൻഡേർഡ് ക്യാഷ് ഫ്ലോ റേഷ്യോ. മോർ ദാൻ സ്റ്റാൻഡേർഡ് ആണ്. ഇനി ക്യാഷ് ഫ്ലോ റേഷ്യോ കിട്ടി 0.416. ഇനി ഫിഫ്ത്ത് വൺ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ് നമ്മുടെ കറന്റ് അസറ്റ് മൈനസ് കറന്റ് ലയബിലിറ്റി അല്ലെ. നമ്മുടെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഒന്നുമില്ല, കാരണം കറന്റ് അസറ്റും കറന്റ് ലയബിലിറ്റിയും സെയിം ആണ്. 1,20,000 മൈനസ് 1,20,000 കറന്റ് ലയബിലിറ്റി 1,20,000. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ 0 ആണ് അല്ലെ. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ 0 ആണെങ്കിൽ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോയും 0 ആയിരിക്കും. പക്ഷെ ഇവിടെ നമുക്ക് ഇക്വേഷനിൽ ജസ്റ്റ് അപ്ലൈ ചെയ്യാം. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ കാണാൻ വേണ്ടിയിട്ട് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ 0 ആണ്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ എന്ന് പറഞ്ഞാൽ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ് അല്ലെ. എത്ര ടോട്ടൽ അസറ്റ്? 3,20,000. ക്യാഷ് 7,000 അല്ലേ. നമ്മുടെ കറണ്ട് അസറ്റ് 1,20,000 ആണ്. അതിന്റെ കൂടെ ടോട്ടൽ നോൺ കറണ്ട് അസറ്റ് 2 lakh ഉണ്ട്. സോ കറണ്ട് അസറ്റും നോൺ കറണ്ട് അസറ്റും നമുക്ക് ടോട്ടൽ അസറ്റ് എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ് പ്ലസ് നോൺ കറണ്ട് അസറ്റ്. സോ 1,20,000. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ 0 ആണ്. 1,20,000 അതുപോലെ തന്നെ 2 lakh അല്ലെ. സോ 0 ഡിവൈഡഡ് ബൈ 3,20,000. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ എന്ന് പറഞ്ഞാൽ 0 ആണ്. ഓക്കെ, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ല. സോ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ 0. ക്ലിയർ അല്ലേ? ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. നമുക്ക് ബാലൻസ് ഷീറ്റ് ഒന്നും ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് ക്വസ്റ്റ്യന് നമ്മുടെ ഇക്വേഷൻ അല്ലെങ്കിൽ നമ്മുടെ റേഷ്യോന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് മാത്രം എടുത്താൽ മതി. ക്ലിയർ അല്ലേ? ഈ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഇനി നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. അക്കൗണ്ട്സ് പേയബിൾ 40,000, നോൺ കറണ്ട് അസറ്റ് 1 lakh, ഷോർട്ട് ടേം ലോൺ 10,000, കറണ്ട് റേഷ്യോ 2. അങ്ങനെയാണെങ്കിൽ കറണ്ട് അസറ്റ് കണ്ടുപിടിക്കാം, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാം, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ കണ്ടുപിടിക്കാം. എത്ര കിട്ടി? കറണ്ട് അസറ്റ് എത്ര കിട്ടി? 1 lakh. 1 lakhs. കറണ്ട് അസറ്റ് 1 lakh ആണ്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ 50,000. 50,000 ആണ്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ 0.25. 0.25. ഓക്കെ, ശരിയാണ്. ഇവിടെ നമുക്ക് കറണ്ട് അസറ്റ് കണ്ടുപിടിക്കാം. കറണ്ട് റേഷ്യോ ആൻഡ് കറണ്ട് ലയബിലിറ്റി യൂസ് ചെയ്താൽ മതി അല്ലെ. കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ കറണ്ട് റേഷ്യോ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി ചെയ്താൽ മതി. ഇവിടെ നമുക്ക് കറണ്ട് റേഷ്യോ അറിയാം, കറണ്ട് ലയബിലിറ്റീസ് എത്രയാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ 40,000 അക്കൗണ്ട്സ് പേയബിളോ ഷോർട്ട് ടേം ലോൺ 10,000 വേണം ചെയ്താൽ ടോട്ടൽ 50,000 ആണ് കറണ്ട് ലയബിലിറ്റീസ് വരിക. സോ 50,000 ആണ് കറണ്ട് ലയബിലിറ്റീസ് അല്ലെ. കറണ്ട് ലയബിലിറ്റീസിന് എത്ര ടൈംസ് ആണ് നമ്മളെ കറണ്ട് അസറ്റ്സ് എന്നാണ് കറണ്ട് റേഷ്യോ പറയുന്നത്. 2 ടൈംസ് എന്ന് അർത്ഥം. സോ കറണ്ട് ലയബിലിറ്റിന്റെ 2 ടൈംസ് ആയിരിക്കും കറണ്ട് അസറ്റ്. കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റ് നമുക്കറിയില്ല. കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ 50,000 അല്ലെ. സോ കറണ്ട് അസറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ 2ഉം 50,000 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കറണ്ട് അസറ്റ് ഈസ് ഈക്വൽ ടു കറണ്ട് റേഷ്യോ ഇൻറ്റു കറണ്ട് ലയബിലിറ്റി. കറണ്ട് റേഷ്യോ ഇൻറ്റു കറണ്ട് ലയബിലിറ്റി, അതായത് 2 into 50,000, 1 lakh.
2 into 50,000 1 lakh ആണ് കറണ്ട് അസറ്റ് അല്ലേ. സോ നമുക്ക് കറണ്ട് അസറ്റ് കിട്ടി 1 lakh. അതുപോലെ തന്നെ കറണ്ട് ലയബിലിറ്റീസ് ഓൾറെഡി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ 40,000 10,000 ആയിട്ടുള്ള 50,000. സോ നമ്മുടെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ സിമ്പിൾ ആണ്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു 1 lakh കറണ്ട് അസറ്റ് മൈനസ് 50,000 കറണ്ട് ലയബിലിറ്റി. സോ നമ്മുടെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 50,000 ആണ്. ക്ലിയർ അല്ലേ? ഇനി നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് കിട്ടി. ഇനി നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ വരണം. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ ഈസ് ഈക്വൽ ടു നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്സ് അല്ലേ. ഇതാ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ, അതിന് മുന്നേ ടോട്ടൽ അസറ്റ് നമുക്ക് കണ്ടുപിടിക്കാം. ടോട്ടൽ അസറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതാ നമുക്ക് കറണ്ട് അസറ്റ് നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട് 1 lakh ആണ്. ക്വസ്റ്റ്യനിൽ നോൺ കറണ്ട് അസറ്റ് തന്നിട്ടുണ്ട് 1 lakh ആണ് അല്ലേ. സോ നമ്മളെ ടോട്ടൽ അസറ്റ് എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ് പ്ലസ് നോൺ കറണ്ട് അസറ്റ് ആണ്. കറണ്ട് അസറ്റ് എന്നുള്ളത് 1 lakh ആണ്. അതുപോലെ തന്നെ നോൺ കറണ്ട് അസറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അതും 1 lakh ആണ്. അങ്ങനെയാണെങ്കിൽ 2 lakh ആണ് ടോട്ടൽ അസറ്റ്സ്. സോ ഇനി നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ കാണാൻ വേണ്ടി സിമ്പിൾ ആണ്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ് അല്ലെ. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഡിവൈഡ് ബൈ ടോട്ടൽ അസറ്റ്, അതായത് 50,000 ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ് 2 lakh. സോ 2 ലക്ഷത്തിന് 4 0.25% ആണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ ക്ലിയർ ആണ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, ഇവിടെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ തന്നിട്ടുണ്ട്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എത്ര തന്നിട്ടുണ്ട്, കറണ്ട് ലയബിലിറ്റി എത്ര തന്നിട്ടുണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് നോൺ കറണ്ട് അസറ്റ് ആണ്. എത്ര കിട്ടി നോൺ കറണ്ട് അസറ്റ്? 40,000. 1,40,000. എത്ര എത്ര 40,000. 1 lakh 40,000. നോൺ കറണ്ട് അസറ്റ് 1 lakh തൊട്ട് 1 lakh total asset ആണ്. ടോട്ടൽ അസറ്റ് ആണ് then ടോട്ടൽ NWC യുടെ റേഷ്യോയിൽ നമ്മളോട് ചോദിച്ചത് നോൺ കറണ്ട് അസറ്റ് അല്ലെ. അപ്പൊ 40,000 ആണ് നോൺ കറണ്ട് അസറ്റ്. ശരിയാണ്. ഇതാ ഇവിടെ നമുക്ക് നോൺ കറണ്ട് അസറ്റ് എത്രന്ന് അറിയണമെങ്കിൽ ഇതാ ടോട്ടൽ അസറ്റ് എത്രന്ന് പറഞ്ഞാൽ അല്ലേ, അതിന് എന്ത് ലെസ് ചെയ്താൽ മതി, കറണ്ട് അസറ്റ് ലെസ് ചെയ്താൽ മതി. സോ നമുക്ക് ഇവിടെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ തന്നിട്ടുണ്ട്, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ എങ്ങനെയാണ് കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ഇതാ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ നമ്മൾ നോർമലി കണ്ടുപിടിക്കാറ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ് അല്ലെ. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട് 0.2 ആണ്, അതായത് 20 അല്ലെ. അതായത് ടോട്ടൽ അസറ്റ്സിന്റെ 20% ആണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ 20,000 അല്ലെ. ഏതോ ഒരു എമൗണ്ടിന്റെ 20% ആണ് നമ്മുടെ ടോട്ടൽ അസറ്റ് അല്ലെ. ടോട്ടൽ അസറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ടോട്ടൽ അസറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി 20,000 ഡിവൈഡഡ് ബൈ 0.2 അല്ലെ. അതായത് നമ്മുടെ ടോട്ടൽ അസറ്റ് എന്ന് പറഞ്ഞാൽ 1 lakh ആണ് അല്ലെ. 1 lakh ആണ്. ഇനി ഈ ടോട്ടൽ അസറ്റ് എത്രയാണ് നോൺ കറണ്ട് അസറ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് കറണ്ട് അസറ്റ് ലെസ് ചെയ്താൽ മതി. കറണ്ട് അസറ്റ് ലെസ് കറക്റ്റ് ഡയറക്ട്ലി ക്വസ്റ്റിനിൽ വന്നിട്ടില്ല, പക്ഷേ നമുക്ക് കറണ്ട് ലയബിലിറ്റീസും ഉണ്ട് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലും ഉണ്ട് അല്ലെ. നമ്മുടെ കറണ്ട് അസറ്റിന് കറണ്ട് ലയബിലിറ്റിയിൽ ലെസ് ചെയ്താൽ കിട്ടുന്ന എമൗണ്ട് ആണ് നമ്മുടെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. സോ നമുക്ക് കറണ്ട് അസറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ആണ്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ 20,000 ആണ്, ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് നമുക്ക് അറിയില്ല മൈനസ് കറണ്ട് ലയബിലിറ്റി അല്ലെ. സോ ഏതോ ഒരു എമൗണ്ടിന് 40,000 കുറയ്ക്കുമ്പോഴാണ് 20,000 കിട്ടുന്നത്. സോ കറണ്ട് അസറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലും കറണ്ട് ലയബിലിറ്റീസും ആഡ് ചെയ്താൽ മതി, അതായത് 20,000 പ്ലസ് 40,000. സോ നമ്മുടെ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ 60,000 അല്ലെ. ഇപ്പൊ നമുക്ക് മനസ്സിലായി ടോട്ടൽ അസറ്റ് 1 lakh ആണ്, അതിലെ 60,000 ആണ് കറണ്ട് അസറ്റ് അല്ലെ. ടോട്ടൽ അസറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ അസറ്റ് 1 lakh ആണ്. ഈ 1 lakh എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റും ഉണ്ടാവും നോൺ കറണ്ട് അസറ്റ് ഉണ്ടാവും. 1 lakh 60,000 ആണ് കറണ്ട് അസറ്റ്. സോ 60,000 ആണ് കറണ്ട് അസറ്റ്. അങ്ങനെയാണെങ്കിൽ റിമൈനിങ് ആയിട്ടുള്ള 40,000 ആയിരിക്കും നോൺ കറണ്ട് അസറ്റ്. ഇങ്ങനത്തെ ഉണ്ടല്ലേ കിട്ടിയ എല്ലാവർക്കും? ഇങ്ങനത്തെ കിട്ടി. മൂവശ്ശേര ക്ലിയർ അല്ലേ? മൂവശ്ശേര ക്ലിയർ അല്ലേ? യെസ് സർ ക്ലിയർ. സോ നമുക്ക് ലിക്വിഡിറ്റി റേഷ്യോസിലെ കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ചെയ്യാം നമുക്ക്. ഓക്കെ, കുറച്ച് MCQ ചെയ്യണം. അതിനു മുന്നേ ചെറിയൊരു ഹെഡിങ് ആയിരിക്കും.
effect of transactions effect of transaction effect of transaction on liquidity ratio. Effect of transaction on liquidity ratio. ലിക്വിഡിറ്റി റേഷ്യോസ് ഓരോ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ചേഞ്ച് ആവുന്ന ഒരു രീതി ഒന്ന് ജസ്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്താം. കറണ്ട് അസറ്റ് 10,000 ആണ്. ഓക്കെ, കറണ്ട് ലയബിലിറ്റി 5,000 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കറണ്ട് റേഷ്യോ എത്രയാണ്? ഇനി ഈ കറണ്ട് റേഷ്യോ എത്രയിലേക്കാണ് ചേഞ്ച് ആവുന്നത് എപ്പം ഓരോ ട്രാൻസാക്ഷൻസ് നടക്കുമ്പോൾ? ആ ഒരു ബിസിനസ്സിൽ നെക്സ്റ്റ് വരാൻ പോകുന്ന ട്രാൻസാക്ഷൻസ് ആണ്. ഫസ്റ്റ് ട്രാൻസാക്ഷൻ ആണ് ഇതാണ്, പർച്ചേസ്ഡ് ഇൻവെന്ററി ഓൺ ക്രെഡിറ്റ്. ഇതാണ് ഫസ്റ്റ് ട്രാൻസാക്ഷൻ. ഓക്കെ, അപ്പൊ നമ്മുടെ കറണ്ട് അസറ്റ്സിനെയും കറണ്ട് ലയബിലിറ്റിനെയൊക്കെ ബാധിക്കും. അപ്പോൾ എങ്ങനെയാണ് പുതിയ കറണ്ട് റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കണം? സെക്കൻഡ് ട്രാൻസാക്ഷൻ ആണ് പെയ്ഡ് അക്കൗണ്ട്സ് പേയബിൾ 4,000. ഈ ട്രാൻസാക്ഷൻ നടന്നതിന് ശേഷം അടുത്ത ട്രാൻസാക്ഷൻ നടന്നത് അക്കൗണ്ട്സ് പേയബിൾ പേ ചെയ്തു ഒരു 4,000. മൂന്നാമത്തെ ട്രാൻസാക്ഷൻ ആണ് കളക്റ്റഡ് ക്യാഷ് ഫ്രം അക്കൗണ്ട്സ് റിസീവബിൾ 1,000. അക്കൗണ്ട്സ് റിസീവബിളെ ഒരു ക്യാഷ്, അക്കൗണ്ട്സ് റിസീവബിൾ കടം വാങ്ങിക്കൊടുത്തതിൽ ഒരു പൈസ 1,000 നമുക്ക് തിരിച്ചു തരും. അക്കൗണ്ട്സ് റിസീവബിളിലെ ഒരു 1,000 ക്യാഷ് ആയിട്ട് നമ്മൾ കളക്ട് ചെയ്തു. ഓക്കെ, ഈ മൂന്ന് ട്രാൻസാക്ഷൻ ഇവിടെ നടന്നപ്പോൾ കറണ്ട് റേഷ്യോയിൽ എന്ത് ചേഞ്ച് ആണ് വരുന്നതെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, സോ ആദ്യം ബേസിക് ആയിട്ടുള്ള ഇവിടെ ശ്രദ്ധിച്ചോ, ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞാൽ ആദ്യം ഈ ട്രാൻസാക്ഷൻ നടത്തുന്നതിന് മുന്നേ ഉള്ള അവരുടെ കറണ്ട് അസറ്റ് 10,000 ആയിരുന്നു. കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ 5,000 ആയിരുന്നു അല്ലെ. സോ ഈ ട്രാൻസാക്ഷൻ നടക്കുന്നതിന് മുന്നേ അവരുടെ കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി ആണ്. അതായത് 10,000 ഡിവൈഡഡ് ബൈ 5,000 അല്ലെ. ഇതാണ് കറണ്ട് അസറ്റ് 10,000 ഡിവൈഡഡ് ബൈ 5,000 കറണ്ട് ലയബിലിറ്റി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് 2 അല്ലെ. ഇനി ഈ കറണ്ട് റേഷ്യോ 2 എപ്പോ ചേഞ്ച് ആവും? എന്ത് സംഭവിക്കുമോ? ഈ ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിയുമ്പോൾ ഈ ഒരു ട്രാൻസാക്ഷനിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഇൻവെന്ററി വാങ്ങുകയാണ് കടത്തിന് അല്ലെ. പൈസ കൊടുത്തിട്ടില്ല, സാധനം നമുക്ക് കിട്ടി, ഇൻവെന്ററി കിട്ടി, പക്ഷെ പൈസ നമ്മൾ പിന്നെ തരാന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കറണ്ട് അസറ്റിനെയും കറണ്ട് ലയബിലിറ്റിയിലെയും ഏത് രീതിയിലാണ് അത് ബാധിക്കുക? എന്താണ് ഇൻക്രീസ് ആവുക, എവിടെയാണ് ഇൻക്രീസ് ആവുക എന്ന് ആലോചിക്കുക. ഫസ്റ്റ് ട്രാൻസാക്ഷൻ പർച്ചേസ്ഡ് ഇൻവെന്ററി ഓൺ ക്രെഡിറ്റ്. ഓക്കെ, നമ്മൾ കടത്തിന് സാധനം വാങ്ങി. ഓക്കെ, ഇപ്പൊ നമ്മുടെ കറണ്ട് അസറ്റ് ഉള്ളത് 10,000 ആണ്. ഈ ട്രാൻസാക്ഷൻ നടക്കുന്നതിന് മുന്നേ നമ്മുടെ കറണ്ട് ലയബിലിറ്റി ഉള്ളത് 5,000 ആണ്. ഓക്കെ, ഇൻവെന്ററി നമ്മൾ ക്യാഷ് കടത്തിന് വാങ്ങിയാൽ അല്ലെ, നമ്മുടെ കറണ്ട് അസറ്റിലേക്ക് ആ ഇൻവെന്ററിന്റെ എമൗണ്ട് കൂടില്ലേ? ഇൻവെന്ററിന്റെ എമൗണ്ട് ഞാൻ എഴുതിയിട്ടില്ല, 2,000 ആണ്. നമ്മൾ 2,000 രൂപയുടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഇൻവെന്ററി. പക്ഷെ അത് വാങ്ങിയത് നമ്മൾ ക്യാഷ് ആയിട്ടല്ല, ക്യാഷ് കൊടുത്തില്ല, അതിന്റെ ക്യാഷ് നമ്മൾ പിന്നെ തരാൻ തരാം. കടത്തിനാണ് ഇൻവെന്ററി വാങ്ങിയത്. ഓക്കെ, സോ ഇവിടെ കടത്തിന് ഇൻവെന്ററി വാങ്ങിയാൽ നമ്മളെ കറണ്ട് അസറ്റിലേക്ക് ഒരു 2,000 വാല്യൂ ഉള്ള ഇൻവെന്ററി കൂടും അല്ലെ. അതുപോലെ തന്നെ വേറെ ഏത് സൈഡിൽ അഫക്ട് ചെയ്യും? ഒരു സൈഡിൽ കൂടി അഫക്ട് ചെയ്യില്ലേ? കറണ്ട് ലയബിലിറ്റി, കറണ്ട് ലയബിലിറ്റി ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്. അതെ, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് അല്ല, അക്കൗണ്ട്സ് പേയബിൾ ആയിട്ട് നമ്മൾ ഒരു 2,000 പെൻഡിങ് ആയി കിടക്കും അല്ലെ. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസിൽ നമ്മളെ റെന്റ്, ഇലക്ട്രിസിറ്റി ബില്ല്, ഔട്ട്സ്റ്റാൻഡിംഗ് അതൊക്കെയാണ് വരിക. ഇത് നമ്മൾ സാധനം വാങ്ങിയത്, കടത്തിന് വാങ്ങിയത്, നമുക്ക് സപ്ലൈസിന് പൈസ തിരിച്ചു കൊടുക്കാനുള്ളത്, അത് നമുക്ക് അക്കൗണ്ട്സ് പേയബിൾ ആണ് വരിക. ഓക്കെ, അക്കൗണ്ട്സ് പേയബിൾ. സോ നമ്മുടെ കറണ്ട് ലയബിലിറ്റിയിലേക്ക് ഒരു 2,000 വരും അല്ലെ. സോ നമ്മുടെ ഈ ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ പുതിയ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ ഈ ട്രാൻസാക്ഷൻ നടന്നത്, ട്രാൻസാക്ഷൻ നടക്കുന്നതിന് മുന്നേ 10,000 ഉണ്ടായിരുന്നു, അതിലേക്ക് ഒരു 2,000 കൂടി ആഡ് ആയി അല്ലെ. സോ 12,000 ആയി മാറി നമ്മുടെ കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. ഇപ്പൊ എത്രയായി? കറണ്ട് ലയബിലിറ്റി എത്രയായി? 7,000. 7,000. 7,000 അല്ലെ.
7,000. സോ 12,000 ഡിവൈഡഡ് ബൈ 7,000 ആണ് നമ്മുടെ പുതിയ കറണ്ട് അസറ്റ്. സോ നമ്മുടെ കറണ്ട് അസറ്റ് നേരത്തെ 2 ആയിരുന്നു, അത് റെഡ്യൂസ് ആയിട്ട് 1.714 ആയി മാറി. ഓക്കെ, സോ ഈ ഒരു ട്രാൻസാക്ഷൻ മാറിയപ്പോൾ നമ്മൾ ആദ്യമുള്ള കറണ്ട് റേഷ്യോ ഇപ്പൊ ചേഞ്ച് ആയി. എന്തുകൊണ്ട് ചേഞ്ച് ആയെന്ന് വെച്ചാല് നമ്മളൊരു ഫ്രാക്ഷനിലേക്ക് ഈ ഒരു കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞൊരു ഫ്രാക്ഷനിലേക്ക് ഞാൻ സെയിം എമൗണ്ട് ആണ് രണ്ട് സ്ഥലത്തും ആഡ് ചെയ്തത്. ഓക്കെ, രണ്ട് സ്ഥലത്തേക്കും ഞാൻ സെയിം എമൗണ്ട് ആണ് ആഡ് ചെയ്തത്. ഫോർ എക്സാമ്പിൾ 10 ഡിവൈഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ 2 അല്ലേ. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, ന്യൂമറേറ്ററിലേക്കും ഒരു 1 ആഡ് ചെയ്തു, ഡിനോമിനേറ്ററിലേക്കും 1 ആഡ് ചെയ്തു, സെയിം എമൗണ്ട് ആണ് ആഡ് ചെയ്തത്. സോ ന്യൂമറേറ്റർ 11 ആയി, ഡിവൈഡഡ് ബൈ 6. ഓക്കെ, 11/6 ചെയ്താൽ രണ്ട് ന്യൂമറേറ്ററിലേക്കും ഡിനോമിനേറ്ററിലേക്കും ഞാൻ സെയിം എമൗണ്ട് ആഡ് ചെയ്താൽ എന്റെ റേഷ്യോന്റെ എമൗണ്ട് ഡിക്രീസ് ആവും. ഓക്കെ, 11 ഡിവൈഡ് ബൈ 6 ചെയ്താൽ നമുക്ക് 1.83 ആണ് വരിക. ഓക്കെ, ഈ 2 അത് റെഡ്യൂസ് ആയി. ഓക്കെ, ഇനി രണ്ട് സ്ഥലത്തും ഞാൻ സെയിം എമൗണ്ട് റെഡ്യൂസ് ചെയ്താൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് സംഭവിക്കും, റേഷ്യോന്റെ വാല്യൂ കൂടും, 2 ഗ്രേറ്റർ ആയി. ഓക്കെ, 9 ഡിവൈഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ 2.25 ആയി. സോ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഈ ഒരു ട്രാൻസാക്ഷൻ നടന്നു. നമ്മൾ 2,000 രൂപയ്ക്ക് വെറുത്തായിട്ടുള്ള ഇൻവെന്ററി നമ്മൾ ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്തപ്പോൾ നമ്മുടെ കറണ്ട് അസറ്റ് ഒരു 2,000 കൂടി, കറണ്ട് ലയബിലിറ്റി 2,000 കൂടി അല്ലെ. അങ്ങനെയാണെങ്കിൽ പുതിയ കറണ്ട് അസറ്റ് 12,000 ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി 7,000. നമ്മുടെ പുതിയ കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് 1.74 ആണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് എഴുതിയിട്ട് നിങ്ങൾ സെക്കൻഡ് വൺ ഒന്ന് ട്രൈ ചെയ്തേ. പെയ്ഡ് അക്കൗണ്ട്സ് പേയബിൾ 4,000. ഇപ്പൊ ഇതാണ് കേട്ടോ നമ്മളെ കറണ്ട് സിറ്റുവേഷൻ. ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ 12,000 കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റി 7,000 ആണ്. ആ കറണ്ട് അസറ്റിനും കറണ്ട് ലയബിലിറ്റിയും നിന്നാണ് നമ്മൾ ഈ ഒരു ട്രാൻസാക്ഷന്റെ ആ ഒരു എഫക്ട് വരിക. അപ്പോൾ നമ്മുടെ കറണ്ട് അസറ്റിനെ എങ്ങനെ എഫക്ട് ചെയ്യും, കറണ്ട് ലയബിലിറ്റി എങ്ങനെ എഫക്ട് ചെയ്യും ചെക്ക് ചെയ്യും. സോ ഒന്ന് സൂം ഔട്ട് ചെയ്യാൻ മേലത്തെ കൂടെ കിട്ടുന്നാവില്ല. പെയ്ഡ് അക്കൗണ്ട്സ് പേയബിൾ 4,000 അത് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പുതിയ കറണ്ട് റേഷ്യോ എത്രയാണ്? സാർ അപ്പോ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും കുറയില്ലേ ചെയ്യാ? അതെ, അക്കൗണ്ട്സ് പേയബിൾ നമ്മൾ പേ ചെയ്യണ എന്തെടുത്തിട്ടാ? ക്യാഷ് എടുത്തിട്ടല്ലേ. രണ്ടിലും കുറയും. അങ്ങനെയാണെങ്കിൽ പുതിയ കറണ്ട് റേഷ്യോ എത്ര നോക്കാം. 2 അല്ലേ? 2 അല്ല, നമ്മള് ഇതാ ഇതിൽ നിന്നല്ല ലെസ് ചെയ്യേണ്ടത്, ഇതിൽ നിന്നാണ് ലെസ് ചെയ്യേണ്ടത്. സിക്സ് ആണ്. ഇപ്പൊ കറണ്ട് അസറ്റ് 12,000 ഉണ്ട്. ആ കറണ്ട് അസറ്റിലെ ഒരു 4,000 നമ്മൾ എടുത്തിട്ട് അക്കൗണ്ട്സ് പേയബിൾ അടച്ച് തീർത്തു. അപ്പൊ കറണ്ട് അസറ്റിൽ നിന്നും നമുക്ക് ക്യാഷ് പോയി, കറണ്ട് ലയബിലിറ്റിയിലുള്ള ഒരു അക്കൗണ്ട്സ് പേയബിൾ 4,000 പോയി. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം. 2.66. അതെ അതെ, 0.6. 2.66. ഫസ്റ്റിലെ തന്നെ എമൗണ്ട് തന്നെയാണ് ശരി. ഫസ്റ്റ് എന്നല്ല, ഈ ഒരു എമൗണ്ട് ഇതാ പെയ്ഡ് അക്കൗണ്ട്സ് പേയബിൾ 4,000. നമ്മളെ അക്കൗണ്ട്സ് പേയബിൾ നമ്മളെ സപ്ലൈസിന് പൈസ കൊടുക്കാനുണ്ടായിരുന്നു 4,000, അത് നമ്മൾ കൊടുത്തു. ഓക്കെ, സോ നമ്മുടെ ക്യാഷിന് അതിന് എഫക്ട് ചെയ്യും. നമ്മൾ ക്യാഷ് എടുത്തിട്ടാണ് നമുക്ക് കൊടുത്തത്. ഇതാ കറണ്ട് അസറ്റ് ആദ്യം 12,000 ആയിരുന്നു, ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞത് 7,000 ആയിരുന്നു അല്ലെ. ആ 12,000 എന്നുള്ള ക്യാഷിന് നമ്മളൊരു 4,000 ക്യാഷ് പോയി. ഓക്കെ, അതുപോലെ തന്നെ കറണ്ട് ലയബിലിറ്റിന്നും സെയിം എമൗണ്ട് ഒരു 4,000 പോയി.
ഈ ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററും സെയിം വാല്യൂ നമ്മൾ റെഡ്യൂസ് ചെയ്ത് എന്തായാലും കറണ്ട് റേഷ്യോന്റെ വാല്യൂ കൂടും. സോ നമ്മുടെ പുതിയ കറണ്ട് അസറ്റ് എന്നുള്ളത് 12,000 4,000 ക്യാഷ് റെഡ്യൂസ് ചെയ്തിട്ടുള്ള 8,000 ആണ് കറണ്ട് അസറ്റ്. ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി എന്നുള്ളത് ആദ്യം 7,000 ആയിരുന്നു, അതിൽ അക്കൗണ്ട്സ് പേയബിൾ ഒരു 3,000 അല്ല 4,000 പോയി. സോ 3,000 ആണ് പുതിയ കറണ്ട് ലയബിലിറ്റി അല്ലെ. അങ്ങനെയാണെങ്കിൽ 2.6 ആണ് 2.66 ആണ് നമ്മുടെ പുതിയ കറണ്ട് റേഷ്യോ. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. Yes, sir. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ഒന്ന് ചെക്ക് ചെയ്തേ. കളക്ടഡ് ക്യാഷ് ഫ്രം അക്കൗണ്ട്സ് റിസീവബിൾ 1,000. ആ എന്തൊരു കുഴപ്പമില്ല അല്ലേ? കേട്ടില്ല, ഓഫീസർ മ്യൂട്ടാണ്. 3 ആണോ? ഫൈനൽ എമൗണ്ടിലാണോ ചെയ്യേണ്ടത്? ഈ എമൗണ്ട് എന്നാണ് നമ്മൾ ചെയ്യേണ്ടത്. അക്കൗണ്ട്സ് റിസീവബിളിലെ ഒരു 1,000 നമ്മൾ കളക്ട് ചെയ്ത് ക്യാഷ് ആക്കി വാങ്ങി പോക്കറ്റിൽ ഇട്ടു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കറണ്ട് അസറ്റിനെ എങ്ങനെ അഫക്ട് ചെയ്യും? കറണ്ട് ലയബിലിറ്റി 9,000 divided by 3,000 is equal to 3. എങ്ങനെ 3,000 കിട്ടി? liability. 3,000 current liability. കറണ്ട് ലയബിലിറ്റി 3,000 തന്നെയാണ്. കറണ്ട് അസറ്റോ? 9,000. Current asset 9,000. ഇല്ല, ഒന്നുകൂടെ നോക്കി. കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി ആണ്. ഓക്കെ, കറണ്ട് അസറ്റ് ആദ്യം 8,000 ആണ്, ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി 3,000 അല്ലേ? 9,000 divided by 2,000 ആയിരിക്കും. ഇല്ല. എന്താണ് നമ്മൾ കളക്ട് ചെയ്തത്, അപ്പൊ എന്താണ് കുറയാ എന്താണ് കൂടാന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി. അക്കൗണ്ട്സ് റിസീവബിൾ നമുക്ക് ആരൊക്കെ നമുക്ക് അക്കൗണ്ട്സ് റിസീവബിൾ നമുക്ക് പൈസ തരാനുണ്ടായിരുന്നു, അവർ പൈസ തന്നപ്പോ അത് ക്യാഷ് ആയിട്ട് മാറി. അപ്പം കറണ്ട് അസറ്റിനെ എങ്ങനെയാണ് ബാധിക്കുക? കറണ്ട് അസറ്റ് കൂടല്ലേ ചെയ്യാ? കറണ്ട് അസറ്റ് കൂടും. ഒന്നുകൂടി നോക്കി. കറണ്ട് അസറ്റിൽ എന്തൊക്കെ ഐറ്റംസ് വരും നിങ്ങൾ ആലോചിച്ച് നോക്കി. നമുക്ക് Accounts receivable വരും. അക്കൗണ്ട്സ് റിസീവബിൾ ഉണ്ട്, ക്യാഷ് ഉണ്ട്, എന്തൊക്കെ ഉണ്ട്, ഒക്കെ കൂടിയാണ് 8,000 അല്ലെ. അതിൽ ക്യാഷ് ഉണ്ട്, അക്കൗണ്ട്സ് റിസീവബിൾ ഒക്കെ ഉണ്ട് കറണ്ട് അസറ്റിൽ. അതിലെ ഒരു ക്യാഷ് നമ്മൾ 1,000 റിസീവ് ചെയ്തു, അക്കൗണ്ട് റിസീവബിൾ ആയിരുന്നു, അത് നമുക്ക് പൈസ തന്നു, ക്യാഷ് കിട്ടി. അപ്പൊ 2,000 അടിയുണ്ട്. ഒന്നുകൂടി ആലോചിച്ച്. അല്ല, അക്കൗണ്ട് ക്യാഷ് ഒന്നും ആഡ് ചെയ്യണ്ട. എങ്ങനെ സുബിത എന്താണ്? ഒന്നും ആഡ് ചെയ്യണ്ട. കാരണം അക്കൗണ്ട്സ് റിസീവബിളിന് കുറവുമായി ക്യാഷ് ഓഫ്സെറ്റ് ആയി പോയി. അതെ, നമ്മുടെ കറണ്ട് അസറ്റ് അത് ഒരിക്കലും ബാധിക്കുന്നില്ല. ഇതാ ഈ 8,000 കറണ്ട് അസറ്റില് നമുക്ക് ക്യാഷ് ഉണ്ട്, ഓക്കെ, അക്കൗണ്ട്സ് റിസീവബിൾ ഉണ്ട് അല്ലെ. അക്കൗണ്ട് റിസീവബിളിൽ എത്ര എമൗണ്ട് ആയിക്കട്ടെ, ക്യാഷ് എത്ര എമൗണ്ട്. ഫോർ എക്സാമ്പിൾ ഇതിലെ ഈ 8,000 ക്യാഷ് ഒരു 5,000, അക്കൗണ്ട്സ് റിസീവബിൾ 3,000 ആണെന്ന് അസ്യൂം ചെയ്യാം. ഈ ഒരു ട്രാൻസാക്ഷൻ നടന്നു, നമുക്ക് അക്കൗണ്ട് റിസീവബിളിലെ ഒരു 1,000 നമ്മൾ ക്യാഷ് ആക്കി മേടിച്ചു. അപ്പൊ ഇതാ അക്കൗണ്ട് റിസീവബിൾ 3,000 മാറി 2,000 ആവും. ഓക്കെ, ക്യാഷ് 1,000 കൂടി 6,000 അല്ലെ. 6,000 പ്ലസ് 2,000 8,000 തന്നെയാണ്. കാരണം ഇവിടെ രണ്ടും കറണ്ട് അസറ്റിലാണ് സംഭവിച്ചത്. കറണ്ട് അസറ്റിലെ ഒരു ഐറ്റം കുറഞ്ഞു, മറ്റൊരു ഐറ്റം കൂടി. സോ കറണ്ട് അസറ്റിന് കംപ്ലീറ്റ് ആയിട്ട് ഒരു ചേഞ്ചും ഇല്ല. അതുപോലെ തന്നെ കറണ്ട് ലയബിലിറ്റിക്ക് ചേഞ്ച് ഇല്ല. സോ നമ്മളെ കറണ്ട് റേഷ്യോക്ക് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? ഇല്ല. ഓക്കെ, സോ നോ ചേഞ്ച് എന്ന് എഴുതിയാൽ മതി. ക്ലിയർ അല്ലേ? ക്ലിയർ ആയി. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇന്ന് കൂടുതൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആണ്. ഒരു 2 ക്വസ്റ്റ്യൻ ചെയ്യാണ്ട് അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് MCQ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. A company has a current ratio
A company has a current ratio of 2. Cash is 20%. Accounts receivable is 40%, and inventory is 40% of total current assets. A company has a current ratio of 2. Cash is 20%. Account receivable 40% ആണ്. Inventory 40% ആണ്. Of total current asset. ഓക്കെ, ടോട്ടൽ കറണ്ട് അസറ്റ് ഒന്നും തന്നിട്ടില്ല. പക്ഷെ കറണ്ട് അസറ്റിലെ ഒരു 20% ക്യാഷ് ആയിട്ടാണുള്ളത്, 40% അക്കൗണ്ട് റിസീവബിൾ ആയിട്ടാണുള്ളത്, ഇൻവെന്ററി 40% ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ വാട്ട് ഈസ് ദി ക്വിക്ക് റേഷ്യോ ഓഫ് ദിസ് കമ്പനി? കറണ്ട് റേഷ്യോ തന്നിട്ടുണ്ട്. കറണ്ട് അസറ്റിലെ 20% ക്യാഷ് ആണ്. കറണ്ട് അസറ്റിലെ അടുത്ത ഒരു 40% അക്കൗണ്ട് റിസീവബിൾ ആയിട്ടാണുള്ളത്, അടുത്ത 40% ഇൻവെന്ററി ആയിട്ടുള്ള. ഈ 20, 40, ഈ 40 കൂടി ആഡ് ചെയ്താൽ നമ്മൾ കറണ്ട് അസറ്റ് കംപ്ലീറ്റ് ആയി. പക്ഷെ കറണ്ട് അസറ്റ് എത്രയാണെന്നും തന്നിട്ടില്ല, അതിന് പെർസെന്റേജ് തന്നിട്ടുണ്ട്. കറണ്ട് റേഷ്യോ 2 ആണെന്നും നമുക്കറിയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്വിക്ക് റേഷ്യോ എത്ര എന്നാണ് ചോദിച്ചത്. അതായത് കറണ്ട് അസറ്റ് കറണ്ട് ലാബിലിറ്റിയുടെ 2 ടൈംസ് ആണ് കറണ്ട് അസറ്റ് എന്നാണ് ഇവിടെ കറണ്ട് റേഷ്യോ പറഞ്ഞത് അല്ലെ. കറണ്ട് റേഷ്യോ 2 ആണ്. കറണ്ട് ലാബിലിറ്റിയുടെ 2 ടൈംസ് ആണ് കറണ്ട് അസറ്റ്. അതാണ് നമ്മൾ കറണ്ട് റേഷ്യോ. സോ കറണ്ട് റേഷ്യോ 2 ആണ്. അങ്ങനെയാണെങ്കിൽ കറണ്ട് ലാബിലിറ്റിയുടെ എത്ര ടൈംസ് ആണ് നമ്മുടെ ക്വിക്ക് അസറ്റ്സ്? ഓക്കെ, അതാണല്ലോ നമ്മുടെ ക്വിക്ക് റേഷ്യോ എന്ന് പറഞ്ഞത്. ഈ ക്വിക്ക് റേഷ്യോ ആണ് എനിക്ക് അറിയേണ്ടത്. ഓക്കെ, ഞാൻ ഒരു 2-3 മിനിറ്റ് സമയം തരാം, ഒന്ന് ട്രൈ ചെയ്തു. ഇത് ഫസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇത് എമൗണ്ട് തന്നിട്ടില്ല, പക്ഷെ ആ കറണ്ട് അസറ്റിലെ എന്തൊക്കെയാണ് ഓരോന്നും അതിന്റെ പെർസെന്റേജ് എത്രയാണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. ക്യാഷ് 20% ആണ്, അക്കൗണ്ട്സ് റിസീവബിൾ 40% ആണ്, ഇൻവെന്ററി 40% ആണ്. കറണ്ട് റേഷ്യോ ക്വിക്ക് റേഷ്യോ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഏത് എമൗണ്ട് വേണമെങ്കിലും ഒരു എക്സാമ്പിൾ ആക്കി വേണമെങ്കിൽ എടുത്തു നോക്കാം. ഏത് എമൗണ്ട് എടുത്താലും നമ്മുടെ കറണ്ട് റേഷ്യോയും ക്വിക്ക് റേഷ്യോ ഒക്കെ സെയിം ആവരാം. ഏത് എമൗണ്ട് എടുത്താലും ഇവിടെ കറണ്ട് അസറ്റ് എത്ര, കറണ്ട് ലാബിലിറ്റി എത്ര എന്ന് തന്നിട്ടില്ല. പക്ഷെ കറണ്ട് അസറ്റും കറണ്ട് ലാബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് തന്നിട്ടുണ്ട്. അതായത് കറണ്ട് റേഷ്യോ കറണ്ട് ലാബിലിറ്റിയുടെ 2 ടൈംസ് ആണ് കറണ്ട് റേഷ്യോ തന്നിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. എന്തെങ്കിലും ഐഡിയ വരുന്നുണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. കറണ്ട് അസറ്റ് ഈസ് ഈക്വൽ ടു ആ കറണ്ട് ലാബിലിറ്റിയുടെ 2 ടൈംസ് ആണ് നമ്മുടെ കറണ്ട് അസറ്റ്. കറണ്ട് റേഷ്യോ എന്നുള്ളത് 2 ആണ്. ഈ കറണ്ട് അസറ്റിലെ ഓരോ സ്പ്ലിറ്റും തന്നിട്ടുണ്ട്. ക്യാഷ് 20%, അക്കൗണ്ട്സ് റിസീവബിൾ 40%, അതുപോലെ തന്നെ അക്കൗണ്ട്സ് ഇൻവെന്ററി 40%. സോ എന്താണ് നമ്മുടെ ഈ ഞാനിപ്പോ ജോയിൻ ചെയ്യാം. ഓക്കെ എന്താണ് നമ്മുടെ കറണ്ട് റേഷ്യോയും ക്വിക്ക് റേഷ്യോയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് ആലോചിക്കുക. ഓക്കെ, എമൗണ്ട് തന്നിട്ടില്ല അവിടെ, പക്ഷെ നിങ്ങൾക്ക് ഏത് എമൗണ്ട് എടുത്താലും ഈ കറണ്ട് റേഷ്യോ, ഫോർ എക്സാമ്പിൾ ഇതാ കറണ്ട് അസറ്റ് 1 lakh ഡിവൈഡഡ് ബൈ കറണ്ട് ലാബിലിറ്റി 50,000. ഈ രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കറണ്ട് റേഷ്യോ 2 അല്ലേ കിട്ടുക. അതുപോലെ തന്നെ കറണ്ട് അസറ്റ് 100 ഡിവൈഡ് ബൈ കറണ്ട് ലാബിലിറ്റി 50, അപ്പോഴും കറണ്ട് റേഷ്യോ 2 അല്ലേ കിട്ടുക. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ കറണ്ട് അസറ്റ് കറണ്ട് ലാബിലിറ്റി ഒന്നും എമൗണ്ട് തന്നില്ല, പക്ഷെ ഇതാ ഫോർ എക്സാമ്പിൾ നമ്മുടെ കറണ്ട് അസറ്റ് 1 lakh കറണ്ട് ലാബിലിറ്റി 50,000 ആണെങ്കിൽ കറണ്ട് റേഷ്യോ 2 അല്ലേ. ഇനിയിപ്പോ കറണ്ട് അസറ്റ് 100 കറണ്ട് ലാബിലിറ്റി 50 ആണെങ്കിലും 2 അല്ലേ. സോ ഇവിടെ എമൗണ്ട് എത്ര ആയാലും നമുക്ക് പ്രശ്നമില്ല. ഓക്കെ, നമ്മളെ ക്വിക്ക് റേഷ്യോ എത്ര എന്നാണ് ചോദിച്ചത്. അല്ല, ഈ ക്വിക്ക് റേഷ്യോയും കറണ്ട് റേഷ്യോ നമ്മളെ ഡിഫറൻസ് എന്താണ് ഡിഫറൻസ്?
പറഞ്ഞോ, എന്താ ഡിഫറൻസ്? ക്വിക്ക് അസറ്റിൽ ഇൻവെന്ററി കൂട്ടില്ല, അപ്പൊ കൂട്ടില്ല 60% 42-40%. അതെ, 40%, 60% ആണ് ആ ടൂവില്. ഇതാ ഈ 60% എന്നുള്ളത് ക്വിക്ക് അസറ്റ് ആണ് അല്ലേ? അതെ. അപ്പോ എങ്ങനെ കറണ്ട് റേഷ്യോയുടെ കറണ്ട് അസറ്റും നിങ്ങൾ ഒരു എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരു എമൗണ്ട് വൈകിട്ട് വേണമെങ്കിൽ ചുമ്മാ എടുത്തു നോക്കാം. കറണ്ട് അസറ്റ് ഇത്ര, കറണ്ട് ലയബിലിറ്റി ഇത്ര, കറണ്ട് റേഷ്യോന്റെ റിലേഷൻഷിപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ എടുത്തു നോക്കാം. അതിനെ അതിന്റെ പെർസെന്റേജ് ആക്കി ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതി. ക്യാഷ് ഇത്ര, അക്കൗണ്ട് റിസീവബിൾ ഇത്ര, ഇൻവെന്ററി ഇത്ര. അതിൽ നിന്ന് ഇൻവെന്ററി ഒന്ന് ലെസ് ചെയ്ത് നോക്കിയിട്ട് പുതിയ ക്വിക്ക് റേഷ്യോ കണ്ടുപിടിച്ചാൽ മതി. ക്വിക്ക് റേഷ്യോയില് ക്യാഷ് MS AR, MS ഇവിടെ ഇല്ല, ക്യാഷും അക്കൗണ്ട് റിസീവബിൾ മാത്രമേ ഉള്ളൂ. സാർ ഒരു ഡൗട്ട്, ഈ ക്വിക്ക് റേഷ്യോ 1:1 ആണല്ലോ, അപ്പൊ 1/1 ഈക്വൽ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? 1:1 ക്വിക്ക് റേഷ്യോ 1:1. ക്വിക്ക് സ്റ്റാൻഡേർഡ് റേഷ്യോ റേഷ്യോ 1 അല്ലേ? 1.2 ആണ്. 1.2 അങ്ങനെ ശരിയാണ്. അത് കാരണം കറണ്ട് റേഷ്യോ 2 ആണ്, ലയബിലിറ്റി 1 ആണല്ലോ. സോ കറണ്ട് അസറ്റ് നോക്കി, കറണ്ട് റേഷ്യോ ഇൻറ്റു കറണ്ട് ലയബിലിറ്റി 2. സോ അതില് ക്യാഷും അക്കൗണ്ട്സ് റിസീവബിളും 60% ആണ്. സോ അത് 1.2. ശരിയാണ്. നമുക്ക് ഏത് എമൗണ്ട് എടുത്ത് വേണമെങ്കിലും ചെയ്യാം. ആരാധന, ഈ കറണ്ട് ക്വിക്ക് റേഷ്യോ 1:1 ആണ് സ്റ്റാൻഡേർഡ്, പക്ഷെ എപ്പോഴും അതന്നെ ആയിരിക്കണം എന്നൊന്നുമില്ല. ഓക്കെ, അപ്പൊ സ്റ്റാൻഡേർഡ് ഇവിടെ നോക്കേണ്ട ആവശ്യമില്ല. ക്വിക്ക് റേഷ്യോ എത്രയാണെന്ന് നോക്കിയാൽ മതി. ഇതാ ഇവിടെ കറണ്ട് റേഷ്യോ 2 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ടല്ലോ. ഓക്കെ, കറണ്ട് റേഷ്യോ 2 ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഞാനൊരു എക്സാമ്പിൾ എടുത്തു. എന്റെ കറണ്ട് അസറ്റ് 100 ആണെന്ന് എടുത്തു, കറണ്ട് ലയബിലിറ്റി 50 ആണെന്ന് എടുത്തു. ഓക്കെ, ഇതാണ് എന്റെ കറണ്ട് അസറ്റ് 100, കറണ്ട് ലയബിലിറ്റി ഇവിടെ ഞാൻ എടുത്തത് 50 ആണ്. ഇപ്പം കറണ്ട് റേഷ്യോ 2 അല്ലേ, കാരണം 100 ഡിവൈഡ് ബൈ 50 ചെയ്താൽ എന്റെ കറണ്ട് റേഷ്യോ 2 ആണ് കിട്ടുക. ഇനി എനിക്ക് 100 50 എടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. എനിക്ക് വേണമെങ്കിൽ 200 കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റി 100 എടുക്കാം, അപ്പോഴും 2 ആണ്. ഇനി 2 ലാഖും 1 ലാഖും എടുത്താൽ അപ്പോഴും കറണ്ട് റേഷ്യോ 2 ആണ്. ഓക്കെ, സോ ഈ 100 ആണ് എന്റെ കറണ്ട് അസറ്റ് നിൽക്കുക. ഈ 100 കറണ്ട് അസറ്റിനെ ഞാൻ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ പോകണം. അതിന്റെ ഇതാ ഈ കറണ്ട് അസറ്റ് 100 ആണെങ്കിൽ, ഓക്കെ, സപ്പോസ് നമ്മുടെ കറണ്ട് അസറ്റ് 100 ആണെങ്കിൽ അതിൽ 20% ക്യാഷ് ആണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ 100ന്റെ 20% 20 ആണ് ക്യാഷ്. ഓക്കെ, ഇനി 100ന്റെ അടുത്ത 40% ആണ് എന്ത്, നമ്മുടെ അക്കൗണ്ട്സ് റിസീവബിൾ. അപ്പം അടുത്ത 40 ആണ് അക്കൗണ്ട്സ് റിസീവബിൾ. ഓക്കെ, ഇനി അടുത്ത 40% ആണ് ഇൻവെന്ററി. അപ്പൊ 40 ആണ് ഇൻവെന്ററി. ഓക്കെ, സോ നമ്മുടെ കറണ്ട് അസറ്റിൽ ടോട്ടൽ കറണ്ട് അസറ്റ്സ് ആണ് ക്യാഷും അക്കൗണ്ട് റിസീവബിൾ ഇൻവെന്ററി അല്ലെ. കറണ്ട് ലയബിലിറ്റി 50 തന്നെ. ഇനി ക്വിക്ക് റേഷ്യോ കാണാൻ വേണ്ടിയിട്ട് ക്വിക്ക് അസറ്റ്സ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി ചെയ്താൽ മതി അല്ലെ. ഈ കറണ്ട് അസറ്റിൽ നിന്ന് ക്വിക്ക് അസറ്റിലേക്ക് മാറ്റണമെങ്കിൽ ഈ ഇൻവെന്ററി ജസ്റ്റ് ഒഴിവാക്കിയാൽ മതി. അപ്പം ക്വിക്ക് അസറ്റ്സിലേക്ക് ക്യാഷും അക്കൗണ്ട് റിസീവബിൾ മാത്രമേ ഉള്ളൂ. മാർക്കറ്റ് സെക്യൂരിറ്റീസ് ഉണ്ട്, പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എടുക്കണ്ട. ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ് അല്ലെ. ഇതാണ് ക്വിക്ക് റേഷ്യോ കിട്ടാൻ നമ്മൾ ചെയ്യേണ്ടത്. ക്വിക്ക് റേഷ്യോ ഈസ് ഈക്വൽ ടു ക്യാഷ് ഇവിടെ 20 ആണ് നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ, പ്ലസ് അക്കൗണ്ട് റിസീവബിൾ 40 ആണ് അല്ലെ. 40 ഡിവൈഡഡ് ബൈ നമ്മുടെ കറണ്ട് ലയബിലിറ്റീസ് നേരത്തെ സെയിം ആണ് 50 അല്ലെ. സോ 60 ഡിവൈഡഡ് ബൈ 50 ആണ് വരിക. 60 ഡിവൈഡഡ് ബൈ 50 ചെയ്താൽ നമുക്ക് 1.2 ആണ് ക്വിക്ക് റേഷ്യോ കിട്ടുക അല്ലെ. ഇനിയിപ്പോ ഞാനിതാ 50 100 എടുക്കാണ്ട് കറണ്ട് റേഷ്യോ 2 തന്നെ, കറണ്ട് റേഷ്യോ 2 ആണ്. ഞാൻ കറണ്ട് അസറ്റ് 200 ആയിട്ടും കറണ്ട് ലയബിലിറ്റി 100 ആയിട്ടും എടുത്തു നിങ്ങൾ അസ്യൂം ചെയ്തു. അങ്ങനെയാണെങ്കിൽ 200ന്റെ 20% ആയിരിക്കും എന്റെ ക്യാഷ്. 200 20% പറഞ്ഞാൽ 40 ആണ് ക്യാഷ്. ഓക്കെ, ഇനി 200ന്റെ 40% ആണ് അക്കൗണ്ട് റിസീവബിൾ. 200ന്റെ 40% പറഞ്ഞാൽ 80 ആണ്. 80 ആണ് അക്കൗണ്ട് റിസീവബിൾ. അതുപോലെ തന്നെ 200ന്റെ അടുത്ത 40% ആണ് ഇൻവെന്ററി. സോ അതും ഇൻവെന്ററിയും 80 ആണ്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാണ്, ഈ കറണ്ട് അസറ്റ്സിനെ ക്വിക്ക് അസറ്റ്സിലേക്ക് മാറ്റാണ്. ഈ ഇൻവെന്ററി ആയിട്ടുള്ള 80 ഞാൻ ഒഴിവാക്കി. അങ്ങനെയാണെങ്കിൽ ക്വിക്ക് റേഷ്യോ കാണാൻ വേണ്ടി ക്വിക്ക് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി. ക്വിക്ക് അസറ്റിൽ എന്തൊക്കെ വരുന്നത് വെച്ചാൽ 40 ക്യാഷ് വരും, 80 അക്കൗണ്ട് റിസീവബിൾ വരും, ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി എത്ര വരും ആരാധന? കറണ്ട് ലയബിലിറ്റി 50 ആണോ? നേരത്തെ ദിവസമല്ലല്ലോ 50. ഇവിടെ എത്ര വരാം? നമ്മൾ കറണ്ട് റേഷ്യോ
കറണ്ട് അസറ്റ് എത്ര ആക്കിയിട്ട് എടുത്ത് 200 ആക്കിയിട്ടല്ലേ എടുത്തത്? ഇതാ ഇത് 200 ആണ് എന്റെ കറണ്ട് അസറ്റ്. 200ന്റെ 20% ആണ് ക്യാഷ് 40 എന്ന് ഞാൻ എഴുതിയത്. 200ന്റെ 40% ആണ് അക്കൗണ്ട് റിസീവബിൾ 8 ആക്കിയിട്ട് എഴുതിയത്. 200ന്റെ അടുത്ത 40% ആണ് ഇൻവെന്ററി 8 ആക്കി എഴുതിയത്. അപ്പൊ കറണ്ട് ലയബിലിറ്റി ഞാൻ എത്ര എടുത്ത്? 100 അല്ലേ? യെസ് സർ. 100. സോ ക്വിക്ക് അസറ്റ് 40 പ്ലസ് 80 ആണ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി 100. അങ്ങനെയാണെങ്കിൽ 120 ഡിവൈഡഡ് ബൈ 100 വരും. അപ്പോഴും 1.2 തന്നെ കിട്ടുക. ഓക്കെ, ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ എമൗണ്ട് ഏതായാലും പ്രശ്നമില്ല. ഓക്കെ, നമുക്ക് ഏത് എമൗണ്ട് എടുത്ത് ചെയ്താലും ഇതാ നമുക്ക് ഈ 1.2 എന്നാണ് ക്വിക്ക് റേഷ്യോ കിട്ടുക. ഇവിടെ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ ഇതാ നമ്മുടെ കറണ്ട് അസറ്റിലെ 20% 20% ക്യാഷ് ആണ്. അക്കൗണ്ട് റിസീവബിൾ 40%, ഇൻവെന്ററി 40%. ആ ഇൻവെന്ററിന്റെ എഫക്ട് ഒഴിവാക്കിയാൽ റിമൈനിങ് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടോ അത് മാത്രമേ ക്വിക്ക് അസറ്റിലേക്ക് വരുള്ളൂ. ഓക്കെ, സോ ഞാനിവിടെ 50 കറണ്ട് അസറ്റ് കറണ്ട് ലയബിലിറ്റി 100 കറണ്ട് അസറ്റ് ഈ രീതിയിൽ ഞാൻ എക്സാമ്പിൾ എടുത്താലും ഓക്കെ, ഇനി ഈ രീതിയിൽ എക്സാമ്പിൾ എടുത്താലും ഒക്കെ സെയിം എഫക്റ്റാ വരും. ഓക്കെ, 100 എടുത്തപ്പോൾ ക്യാഷ് 20 ആയി, 200 എടുത്തപ്പോൾ നേരെ ഡബിൾ ആയി 40, 100 എടുത്തപ്പോൾ അക്കൗണ്ട് റിസീവബിൾ 40 ആയി, ഇവിടെ 80 ആയി. 200ന്റെ 40% 80, 100ന്റെ 40% 40. മനസ്സിലായിട്ടുണ്ടോ? ആരാധന ക്ലിയർ ആണോ? മനസ്സിലായി സർ. അങ്ങനെയാണെങ്കിൽ സുബേദ ചേച്ചി വീട്ടിലെ ഗസ്റ്റ് വന്നിട്ടുണ്ട്, അപ്പൊ ഇനി ജോയിൻ ചെയ്യാൻ പറ്റില്ല. എന്ന് ഓക്കെ ഗസ്റ്റ് വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ അതൊന്ന് നോട്ടിലേക്ക് ഇരിക്കും. അക്കൗണ്ട് റിസീവബിൾ കറണ്ട് അസറ്റിന്റെ 20%, 40%, അടുത്ത 40%. എഴുതിയായിരുന്നോ? എഴുതി മൂശം സർ ഇതിൽ പറഞ്ഞത് കറണ്ട് റേഷ്യോ 2 ആവുമ്പോൾ അതിന്റെ കറണ്ട് ലയബിലിറ്റി ഇപ്പോഴും 1 ആയിരിക്കും. അതായത് ഇപ്പൊ 200 അങ്ങനല്ല ഡിവൈഡ് ബൈ 100 അങ്ങനെ. അങ്ങനല്ല. അതായത് ഇവിടെ കറണ്ട് ലയബിലിറ്റിന്റെ 2 ടൈംസ് ആയിരിക്കും കറണ്ട് അസറ്റ്. ആ രീതിയിൽ നമ്മൾ ഏത് എമൗണ്ട് എക്സാമ്പിൾ ആക്കി എടുത്താലും നമുക്ക് സെയിം എഫക്റ്റ് വരാം. ഇവിടെ അതെ, 100 എന്ന് അതായത് പറഞ്ഞാൽ കറണ്ട് റേഷ്യോ 2 കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് വരുന്ന കറണ്ട് അസറ്റിന്റെ കറണ്ട് ലയബിലിറ്റിന്റെ പ്രൊപ്പോർഷൻ 2:1 തന്നെ ആയിരിക്കും. ആ അതെ, അതായത് അപ്പോഴാണ് ആൻസർ കറണ്ട് 2 വരുന്നത്. അതെ കറണ്ട് റേഷ്യോ 2 എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? നമ്മുടെ കറണ്ട് ലയബിലിറ്റിന്റെ 2 ടൈംസ് ആണ് കറണ്ട് അസറ്റ്. അപ്പൊ കറണ്ട് ലയബിലിറ്റി ആയിട്ട് ഞാൻ എത്ര എമൗണ്ട് ആണോ അവിടെ എടുത്ത് അതിന്റെ ഡബിൾ ആയിരിക്കും കറണ്ട് അസറ്റിൽ വരിക. ഓക്കെ, കറണ്ട് ലയബിലിറ്റിന്ന് ഞാൻ 1000 എടുത്താൽ അതിന്റെ 2 ടൈംസ് ആയിരിക്കും കറണ്ട് അസറ്റ് വരിക 2000. ഓക്കെ, അതാണ് ഈ കറണ്ട് റേഷ്യോന്റെ ഒരു അർത്ഥം എന്ന് അപ്പം പറയുന്നത്. നമ്മൾ ഈ 2 കറണ്ട് അസറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ഈ 2 കറണ്ട് റേഷ്യോ ഇൻറ്റു കറണ്ട് ലയബിലിറ്റി അല്ലേ ചെയ്യാം. അതായത് 2:1. അതെ 2:1 ആ ചെയ്താൽ മതി. അപ്പൊ കറണ്ട് ഞാൻ റേഷ്യോ ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്ത് എന്താ വെച്ചാൽ ഇപ്പൊ ഈ നമ്മുടെ ഈ പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ ഇൻവെന്ററി 40% ഒഴിവാക്കി ബാക്കി 60%, ആ 2ന്റെ 60% ആണ് നോക്കിയത്. അതായത് കറണ്ട് റേഷ്യോ ഇതാ 2/1 എന്ന് എടുത്തിട്ടുണ്ടാവും അല്ലെ? ഈ ആ 2ന്റെ 60 അതെ, പെർസെന്റ് ഈ 2ന്റെ 60% ആണ് 1.2. 1.2. അങ്ങനെ ചെയ്താലും മതി. ആ ഇനിയിപ്പോ ഏതെങ്കിലും ഒരു എമൗണ്ട് വെച്ച് ചെയ്താലും ഇതാ ഞാൻ 100-50 എടുത്ത് ചെയ്തപ്പോ ഇതാ അതിന്റെ സ്പ്ലിറ്റ് ഞാൻ ഇവിടെ ഇങ്ങനെ എഴുതിയത് അതിന് പെർസെന്റേജിന് മാച്ച് ആക്കിയിട്ട്. ഇനിയിപ്പോ 200 എടുത്താലും അതിന് പെർസെന്റേജ് ഏത് എമൗണ്ട് എടുത്താലും ഇനി 2:1 ചെയ്താലും മതി. ഓക്കെ, കറണ്ട് റേഷ്യോ 2 ആവണമെങ്കിൽ ഇതാ ഞാനിപ്പോ 2 ആണ് എന്റെ കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി 1 ആണ് എത്തുന്നെങ്കിൽ ഇതാ ഈ 2 കറണ്ട് അസറ്റിന്റെ 60% ആണ് എന്റെ ക്വിക്ക് അസറ്റ് അല്ലെ? സോ ക്വിക്ക് അസറ്റ് എന്ന് പറഞ്ഞാൽ 1.2 ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി 1 നമ്മൾ 1.2 തന്നെ കിട്ടും. ആ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, ഇവിടെ എമൗണ്ട് അല്ല ഇമ്പോർട്ടൻറ്റ്, ആ ഒരു പെർസെന്റേജ് ആണ് ഇമ്പോർട്ടൻറ്റ്. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
കറണ്ട് റേഷ്യോ 3 ആണ്. ക്യാഷ് ഈക്വൽ ടു 20% ഓഫ് കറണ്ട് അസറ്റ്. മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ഈസ് ഈക്വൽ ടു 10% ഓഫ് കറണ്ട് അസറ്റ്. ഇൻവെന്ററി എന്ന് പറയുന്നത് 30% ഓഫ് കറണ്ട് അസറ്റ്. അക്കൗണ്ട്സ് റിസീവബിൾ 20% ഓഫ് കറണ്ട് അസറ്റ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് 20% ഓഫ് കറണ്ട് അസറ്റ്. 20, 40, 70, 80, 100. സോ കറണ്ട് അസറ്റിന്റെ 5 സ്പ്ലിറ്റ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഏതൊക്കെയാണ് ആ കറണ്ട് അസറ്റിലെ 5 ഐറ്റംസ്? ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഫൈൻ ക്വിക്ക് റേഷ്യോ. ക്യാഷ് കറണ്ട് റേഷ്യോ 3 ആണെങ്കിൽ ക്വിക്ക് റേഷ്യോ എത്ര ആയിരിക്കും? അതുപോലെ തന്നെ ക്യാഷ് റേഷ്യോ എത്ര ആയിരിക്കും? ഫൈൻ ക്യാഷ് റേഷ്യോ. ക്വിക്ക് റേഷ്യോ എത്രയാണ്? ക്യാഷ് റേഷ്യോ എത്രയാണ്? കറണ്ട് റേഷ്യോ 3 ആണ്. നിങ്ങൾക്ക് ഏത് എമൗണ്ട് ആയിട്ടും എടുക്കാം. എന്നിട്ട് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എമൗണ്ട് എടുത്തിട്ട് ആ ഒരു കറണ്ട് അസറ്റിനെ ഈ ഒരു പെർസെൻറ്റേജിൽ ഡിവൈഡ് ചെയ്തിട്ടാണ്. ഇത് 1.5 ആണ്. 1.5 ആണ് എന്ത്? ക്വിക്ക് റേഷ്യോ അല്ലെ? അതെ. അതെ, ശരിയാണ്. സീറോ 0.9 ക്യാഷ് റേഷ്യോ. അതെ. മൂസിൽ എങ്ങനെ ചെയ്ത്? ഞാൻ നേരത്തെ ചെയ്ത സെയിം മെത്തേഡ്. 3യുടെ 3യുടെ പറയുന്ന ഓക്കെ 50% ക്വിക്ക് റേഷ്യോ, 30% ഓക്കെ ക്യാഷ് ഓക്കെ. റേഷ്യോ. കറണ്ട് അസറ്റ് 3യും കറണ്ട് ലയബിലിറ്റി 1 ആക്കി എടുത്താൽ മതി. ഇനി ഈ ഒരു റേഷ്യോ വരുന്ന ഏത് എമൗണ്ട് എടുത്താലും 100 അല്ല 150 50 എടുക്കാം. ഓക്കെ. ഇനി 300 ഡിവൈഡ് ബൈ 100 എടുക്കാം. 3000 ഡിവൈഡ് ബൈ 1000 എടുക്കാം. 30,000 ഡിവൈഡ് ബൈ 10,000 എടുക്കാം. ഏത് എമൗണ്ട് എടുത്താലും കുഴപ്പമില്ല. സാർ അപ്പൊ ഈ കറണ്ട് റേഷ്യോനെ കറണ്ട് അസറ്റിന്റെ 100% ആയിട്ട് കൺസിഡർ ചെയ്യണം. കറണ്ട് റേഷ്യോനെ കറണ്ട് അസറ്റിന്റെ 100% ആണ് എന്നുള്ള രീതിയിലോ? അതായത് ഈ ക്വസ്റ്റ്യനിൽ കറണ്ട് റേഷ്യോ 3 ആണ്, കറണ്ട് അസറ്റിന്റെ 100%. കറണ്ട് റേഷ്യോ എങ്ങനെ മനസ്സിലായില്ല? കറണ്ട് റേഷ്യോ 3 ആണ്. കറണ്ട് അസറ്റ് 100%. കറണ്ട് അസറ്റ് മൊത്തം 100% ആണ്. ഈ 5% കൂടി ആഡ് ചെയ്താൽ ആ ടോട്ടൽ 100% ആണ് ഈ 3. ഈ ക്വസ്റ്റ്യനിൽ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കറണ്ട് റേഷ്യോ ആയിരുന്നു 2 ആയിരുന്നു 100%. അതിവിടെ പ്രശ്നമില്ല. കറണ്ട് റേഷ്യോ ഇവിടെ 3 ആണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്ന വെച്ചാൽ എത്രയാണോ നമ്മളെ കറണ്ട് ലയബിലിറ്റി അതിന്റെ 3 ടൈംസ് ആണ് കറണ്ട് അസറ്റ്. ഓക്കെ. ഇവിടെ കറണ്ട് ലയബിലിറ്റി 1 ആണെങ്കിൽ അതിന്റെ 3 ടൈംസ് 3 ആയിരിക്കും കറണ്ട് അസറ്റ്. ഇനി 100 ആണെങ്കിൽ അതിന്റെ 3 ടൈംസ് 300 ആയിരിക്കും കറണ്ട് അസറ്റ്. ഓക്കെ. സോ ഇങ്ങനെ ഒരു പ്രോബ്ലം തന്നാൽ നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് കറണ്ട് അസറ്റ് തന്നാൽ കറണ്ട് റേഷ്യോ ആണ് അതിന്റെ 100%. ഇല്ല, 100% എന്ന് പറഞ്ഞാൽ ഇതാ നമ്മുടെ കറണ്ട് അസറ്റ് ഈ രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ. ഈ 5%, 20%, 30, 60, 80, 100 നമ്മുടെ കറണ്ട് അസറ്റ് എപ്പോഴും 100% ആയിരിക്കും. ഓക്കെ. കറണ്ട് അസറ്റ് 100% ആണെങ്കിൽ അത് 5 ഈക്വൽ ആയിട്ട് കൊടുത്തതാണ് ഇവിടെ. ആ എമൗണ്ട് എത്ര വേണമെങ്കിലും ആയിക്കോട്ടെ, അത് നമുക്ക് പ്രശ്നമില്ല. എമൗണ്ട് എത്ര ആയാലും നമ്മളെ കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മാത്രമാണ്. ക്വിക്ക് റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്വിക്ക് അസറ്റ്സും കറണ്ട് ലയബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഓക്കെ. ആരാധന കിട്ടിയായിരുന്നോ? ഞാൻ കാണിച്ചു തരാം. ഇവിടെ ശ്രദ്ധിച്ചോ?
ഇവിടെ കറണ്ട് റേഷ്യോ 3 ആണെന്ന് പറഞ്ഞത്. ഇതാ കറണ്ട് റേഷ്യോ, അതായത് നമ്മുടെ കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി, അത് 3 ആണെന്ന് പറഞ്ഞത് അല്ലെ. എന്താ ഈ 3ന്റെ അർത്ഥം? നമ്മുടെ കറണ്ട് ലയബിലിറ്റിന്റെ 3 ഇരട്ടിയാണ് നമ്മുടെ കറണ്ട് അസറ്റ്. അതല്ലേ ഈ കറണ്ട് റേഷ്യോ 3ന്റെ അർത്ഥം. ഓക്കെ, സോ ഞാൻ ആ രീതിയിൽ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഓക്കെ, 150 എന്റെ കറണ്ട് അസറ്റും 50 എന്റെ കറണ്ട് ലയബിലിറ്റി ആക്കി എടുത്താൽ, ഇപ്പം കറണ്ട് റേഷ്യോ 3 എന്നല്ലേ, കറണ്ട് ലയബിലിറ്റി 50 ആണ്, അതിന് 3 ഇരട്ടിയാണ് എന്റെ കറണ്ട് അസറ്റ് അല്ലെ. സോ ഈ കറണ്ട് അസറ്റ് 150 ആണ്. ഞാൻ എന്ത് ചെയ്യാണ്, ഇതാ ഇവർ പറഞ്ഞ പ്രകാരമുള്ള പെർസെന്റേജിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാം. ഇതാ 150 ആണ് എന്റെ ടോട്ടൽ കറണ്ട് അസറ്റ്. ആ 150 ടോട്ടൽ കറണ്ട് അസറ്റിന്റെ 20% ആണ് ക്യാഷ് എന്ന് പറഞ്ഞത് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇതാ 150യുടെ ക്യാഷ് എന്ന് പറഞ്ഞാൽ 20% ഓഫ്, അങ്ങനെ എഴുതുന്നില്ല, ഇതാ ക്യാഷ് എത്ര വരിക വെച്ചാൽ കറണ്ട് അസറ്റിന്റെ 20% ആണ്. 150 ഇൻറ്റു 20% എന്ന് പറഞ്ഞാൽ 30 ആണ് വരിക. അത് ക്ലിയർ ആണോ ആരാധന? ഓക്കെ, ഞാൻ ഇതിപ്പോ ഒരു എക്സാമ്പിൾ ആക്കി എടുത്താണ്. 150 ഡിവൈഡഡ് ബൈ 50 അത് ഇഷ്ടമുള്ള നമ്പർ എടുത്തതാണോ? അത് ഇഷ്ടമുള്ള നമ്പർ എടുത്താണ്. എനിക്ക് വേണമെങ്കിൽ 1500, 500 എന്ന് എടുക്കാം, അല്ലെങ്കിൽ 15,000, 5,000 എടുക്കാം. ഇനി 3/1 എന്ന് എടുക്കാം, 300/100 എന്ന് എടുക്കാം, ഏത് എമൗണ്ട് എടുക്കാം. ആ എമൗണ്ട് എടുത്താൽ കറണ്ട് റേഷ്യോ 3 ആയാൽ മതി. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ കറണ്ട് ലയബിലിറ്റീസിന്റെ 3 ഇരട്ടി ആയാൽ മതി കറണ്ട് അസറ്റ്. ഓക്കെ, ഇവിടെ എമൗണ്ട് അല്ല നമുക്ക് ഇമ്പോർട്ടന്റ്, ആ ഒരു പെർസെന്റേജ് ആണ് ഇമ്പോർട്ടന്റ്. സോ ഇതാ 150 50 ആക്കി എടുത്തപ്പോ 150 എന്ന് പറഞ്ഞ കറണ്ട് അസറ്റിന്റെ ഇതാ കറണ്ട് അസറ്റ് ഇപ്പൊ 150 ആണ്. ഇതാ കറണ്ട് അസറ്റ് 150 ആണ്. ആ 150 കറണ്ട് അസറ്റിന്റെ 20% ആണ് ക്യാഷിൽ ഉള്ളത്. അപ്പൊ ക്യാഷിൽ എത്ര ഉണ്ടാവും? 150ന്റെ 20% ഉണ്ടാവും, 30 ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് എത്ര ഉണ്ടാവും ആരാധന? മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് എത്ര ഉണ്ടാവും? 10% ആണെങ്കിൽ 15 അല്ലേ. 150ന്റെ 10% ആയത് 15 അല്ലേ. ഇനി ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റിന്റെ 30% ആണ്. 30%, 150ന്റെ 30% എന്ന് പറഞ്ഞാൽ 45 അല്ലെ, 45 ആണ്. ഇനി അക്കൗണ്ട്സ് റിസീവബിൾ എന്ന് പറഞ്ഞാൽ 20%, അത് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് അതേപോലെ അക്കൗണ്ട്സ് റിസീവബിൾ 20%, 20% എന്ന് പറഞ്ഞാൽ 30. ഇനി പ്രീപെയ്ഡ് എക്സ്പെൻസും 20% ആണ്. അതായത് 150യുടെ 20% എന്ന് പറഞ്ഞാൽ 30 ആണ്. സോ ഇതാണ് നമ്മുടെ ടോട്ടൽ കറണ്ട് അസറ്റ് 150. ഓക്കെ, അതിനെ 5% ആക്കി ഡിവൈഡ് ചെയ്ത രീതിയിലാണ് ഇപ്പൊ ഞാൻ കൊടുത്തത്. ഓക്കെ, സോ 150 ആണ് ഇതിന്റെ ടോട്ടൽ കറണ്ട് അസറ്റ്. ആ കറണ്ട് അസറ്റ് ആണ് ഞാൻ ഈ രീതിയിൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിട്ടുള്ളത്. കറണ്ട് ലയബിലിറ്റി എന്നുള്ളത് 50 ആണ്. ഇതുവരെ ക്ലിയർ അല്ലേ എല്ലാവർക്കും? ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ക്വിക്ക് റേഷ്യോ കാണാം. ക്വിക്ക് റേഷ്യോ കാണാൻ വേണ്ടിയിട്ട് എന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ക്യാഷ് പ്ലസ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് പ്ലസ് അക്കൗണ്ട്സ് റിസീവബിൾ ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. ഓക്കെ, ഞാനിപ്പോ ചെയ്ത പ്രകാരം ക്യാഷ് എന്നുള്ളത് 30 ആണ് അല്ലെ. ക്യാഷ് എന്നുള്ളത് 30 ആണ്. സോ ഞാൻ ക്വിക്ക് റേഷ്യോക്ക് വേണ്ടിയിട്ട് ക്യാഷ് 30 ആക്കി എടുത്തു. ഇനി മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് 15 ആണ്. ഓക്കെ, 15 അതും ഞാൻ അങ്ങനെ എടുത്തു. അക്കൗണ്ട് റിസീവബിൾ അക്കൗണ്ട് റിസീവബിൾ 30 ആണ്, 30 അല്ലെ. ഇപ്പോ ടോട്ടൽ എന്റെ ക്വിക്ക് റേഷ്യോ എന്നുള്ള ക്വിക്ക് അസറ്റ്സ് 30ഉം 15ഉം 30 ആണ്. ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി എത്ര ആരാധന? 50 അല്ല നമ്മൾ എടുത്തത്, 50. അങ്ങനെയാണെങ്കിൽ എന്റെ ക്വിക്ക് അസറ്റ്സ് എന്നുള്ളത് 30 പ്ലസ് 30 പ്ലസ് 15 ടോട്ടൽ 75 ആണ്. ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി 50. അങ്ങനെയാണെങ്കിൽ 75 ഡിവൈഡ് ബൈ 50 എന്നുള്ളത് 1.5 ആണ് എന്റെ ക്വിക്ക് റേഷ്യോ. ക്വിക്ക് റേഷ്യോ എന്ന് പറഞ്ഞാൽ 1.5 ആണ്. ഇപ്പൊ ക്ലിയർ ആയ ആരാധന? യെസ് സർ. അങ്ങനെയാണെങ്കിൽ ആരാധന ക്യാഷ് റേഷ്യോ ഒന്ന് കണ്ടെത്തിക്കുക. ഈ രീതിയിൽ ക്യാഷ് റേഷ്യോ ഒന്ന് കണ്ടെത്തിക്കുക. സർ പെട്ടെന്ന് ഗസ്റ്റ് വന്നു. കുഴപ്പമില്ല. ഇത് നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയില്ലല്ലോ. ഇല്ല ചെയ്തില്ല. ആ. ഇത് അത് കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ? അത് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇട്ട് കിട്ടിയാ പറഞ്ഞ ആരാധനക്ക് ക്യാഷ് റേഷ്യോ കിട്ടിയോ? 0.9. അതെ, 0.9 ആണ്. ക്യാഷ് റേഷ്യോ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ക്യാഷ് പ്ലസ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി ആണ് അല്ലെ. നമ്മുടെ ക്യാഷ് ഇവിടെ 30 ആണ്, ഞാൻ 30 എടുത്തു. മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് 15 ആണ്, അതും എടുത്തു. ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ് 50 ആണ്.
അങ്ങനെയാണെങ്കിൽ ഇതാ എന്റെ കറന്റ് ലയബിലിറ്റിയിൽ എത്ര പെർസെന്റേജ് ആണ് ക്യാഷും മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ഉള്ളതെന്ന് വെച്ചാൽ ഇതാ 90% ആണ്. 45 ഡിവൈഡഡ് ബൈ 50, അതായത് 0.9. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ഈ കറണ്ട് റേഷ്യോയും ക്വിക്ക് റേഷ്യോയും ക്യാഷ് റേഷ്യോയും ജസ്റ്റ് റിലേഷൻഷിപ്പ് മാത്രം. അവിടെ നമ്പർ ഏതായാലും പ്രശ്നമല്ല. ഓക്കെ, എന്താ അതിന്റെ അർത്ഥം? നമ്മുടെ കറണ്ട് റേഷ്യോയുടെ കറണ്ട് ലയബിലിറ്റിയുടെ 3 ടൈംസ് ആണ് എന്റെ ടോട്ടൽ കറണ്ട് അസറ്റ്സ്. ഓക്കെ, ഇനി ക്വിക്ക് റേഷ്യോ എന്താ പറയുന്നത്? എന്റെ കറണ്ട് റേഷ്യോയുടെ 1.5 ടൈംസ് ആണ് ക്വിക്ക് അസറ്റ്സ്. അല്ല, കറണ്ട് ലയബിലിറ്റിയുടെ 1.5 ടൈംസ് ആണ് ക്വിക്ക് അസറ്റ്സ്. ശരിയല്ലേ? കറണ്ട് ലയബിലിറ്റി 50 ആണ്, അതിന്റെ 1.5 ടൈംസ് ആണ് നമ്മുടെ ടോട്ടൽ ക്വിക്ക് അസറ്റ്സ്. അതായത് ക്വിക്ക് അസറ്റ്സിൽ ക്യാഷും മാർക്കറ്റബിൾ സെക്യൂരിറ്റീസും അക്കൗണ്ട് റിസീവബിൾ ആണ് വരിക. അത് ടോട്ടൽ 75 ആണ്. ഓക്കെ, ഇനി ക്യാഷ് റേഷ്യോയിൽ എന്താ പറയുന്നത്? നമ്മുടെ കറണ്ട് ലയബിലിറ്റിയുടെ നമ്മുടെ കറണ്ട് ശ്രദ്ധിച്ചേക്കാം, ഇതാണ് നമ്മുടെ ക്യാഷ് റേഷ്യോ, ഇതാണ് നമ്മുടെ ക്യാഷ് റേഷ്യോ. ഈ ക്യാഷ് റേഷ്യോയിൽ പറഞ്ഞത്, ക്യാഷ് റേഷ്യോ എന്ന് പറഞ്ഞത് 0.9 ആണെങ്കിൽ എന്താ അതിന്റെ അർത്ഥം? എന്റെ കറണ്ട് ലയബിലിറ്റീസിന്റെ 90% ആണ് ക്യാഷും മാർക്കറ്റബിൾ സെക്യൂരിറ്റീസും ആണ്. ഇതാ 45 ആണ് ക്യാഷും മാർക്കറ്റബിൾ സെക്യൂരിറ്റീസും, 30 ക്യാഷും 15 മാർക്കറ്റബിൾ സെക്യൂരിറ്റീസും. ഓക്കെ, സോ ഇവിടെ എമൗണ്ട് നമുക്ക് ഏത് എടുത്താലും നമുക്ക് റേഷ്യോ സെയിം തന്നെയാണ് കിട്ടുക. കാരണം ഇവിടെ എമൗണ്ട് അല്ല ഇമ്പോർട്ടൻറ്റ്, ആ ഒരു പെർസെന്റേജ് ആണ് ഇമ്പോർട്ടൻറ്റ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? നേരത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഇതിന് ആൻസർ ചെയ്യോ? ക്വസ്റ്റ്യൻ ആരാധന ക്വിക്ക് റേഷ്യോ കണ്ടുപിടിച്ചതുണ്ട്. സുബിത നേരത്തെ ക്വസ്റ്റ്യൻ എഴുതിയായിരുന്നോ? ഇല്ല സർ. ഇല്ല. ഒരു സ്പേസ് വിടും, ഒരു പേജ്. ഒരു പേജ് വിട്ടാൽ മതി. ചെറിയ 2 ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യനും ഈ ഒരു ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ. ഇതാണ് നേരത്തെ ക്വസ്റ്റ്യൻ, ചെറിയ ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ. അതിൽ സർ എമൗണ്ട് നമ്മൾ അസ്യൂം ചെയ്തിട്ട് അങ്ങോട്ട് ചെയ്താൽ മതിയോ പെർസെന്റേജ് കാണുമ്പോൾ? അതെ, അതായത് ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ കറണ്ട് റേഷ്യോ 3 ആണ് പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ നമ്മുടെ കറണ്ട് ലയബിലിറ്റീസിന്റെ 3 ടൈംസ് ആണ് നമ്മുടെ കറണ്ട് അസറ്റ്. സോ ഞാൻ ഏത് എമൗണ്ട് എടുത്ത് എക്സാമ്പിൾ ആക്കി എടുത്താലും കുഴപ്പമില്ല. ഓക്കെ, അതായത് എന്റെ അപ്പൊ റൂൾ എന്താന്ന് വെച്ചാൽ കറണ്ട് ലയബിലിറ്റീസിന്റെ 3 മൾട്ടിപ്പിൾ ടൈംസ് ആയിരിക്കണം കറണ്ട് അസറ്റ്. ഓക്കെ, ഇവിടെ 50, അതിന്റെ 3 ഇരട്ടിയാണ് 150. ഓക്കെ, ഇനി ഞാൻ കറണ്ട് ലയബിലിറ്റി 100 ആക്കി എടുത്തു. ഓക്കെ, അപ്പൊ 100ന്റെ 3 ടൈംസ് ആയിട്ടുള്ള 300 ആയിരിക്കണം എന്റെ കറണ്ട് അസറ്റ്. ആ കറണ്ട് അസറ്റ് ഞാൻ എന്ത് ചെയ്യാണ്? ഇതാ ഈ പെർസെന്റേജിന്റെ സ്പ്ലിറ്റിൽ 300ന്റെ 20%, 60 ആണ് ക്യാഷ്. അങ്ങനെ 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 പെർസെന്റേജ് എടുത്തിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്യുന്നു. സോ 2 അതിനെ ഞാൻ ടൈംസ് ആവുമ്പോൾ അതെ 2 ഇവിടെ ടൈംസ് നേരത്തെ മോർ അല്ലേ? ഇവിടെ നേരത്തെ ക്വസ്റ്റ്യനിൽ കമ്പനി ആസ് എ 2 കറണ്ട് റേഷ്യോ ടൈംസ്. ഓഫ് 2 ആണ്. അപ്പം കറണ്ട് ലയബിലിറ്റിയുടെ 2 ടൈംസ് ആണ് ഇവിടെ കറണ്ട് റേഷ്യോ വരിക. അപ്പൊ ഞാൻ എക്സാമ്പിൾ എടുത്തത് 100ഉം 50 ആണ്. 1500. ഓക്കെ. 100 ഡിവൈഡഡ് ബൈ 50 ചെയ്താൽ കറണ്ട് റേഷ്യോ 2 കിട്ടണം. ഇനി ഒന്നും വേണ്ട, കറണ്ട് റേഷ്യോ 2 എന്ന് പറഞ്ഞാൽ എനിക്ക് കറണ്ട് അസറ്റ് 2ഉം കറണ്ട് ലയബിലിറ്റി 1 ആക്കി എടുത്താൽ മതി. ഓക്കെ, കറണ്ട് റേഷ്യോ 2 കിട്ടണമെങ്കിൽ കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി എന്നുള്ളത് 2 ഡിവൈഡഡ് ബൈ 1 ആയാലും മതി. ഓക്കെ, സോ ഈ 2നെ ഞാൻ ആ റേഷ്യോനനുസരിച്ച് സ്പ്ലിറ്റ് ചെയ്താൽ 0.4 ആയിരിക്കും ക്യാഷിൽ വരിക. നേരത്തെ ക്വസ്റ്റ്യൻ ആണ്. 0.8 ആയിരിക്കും 0.8 ആയിരിക്കും ഇൻവെന്ററിയിൽ വരിക. അതുപോലെ തന്നെ 0.8 ആയിരിക്കും അക്കൗണ്ട് റിസീവബിൾ വരിക. ഓക്കെ, ഇതാണ് നമ്മുടെ കറണ്ട് അസറ്റിന്റെ ഒരു സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. ഇനി നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചത് ക്വിക്ക് റേഷ്യോ കാണാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ കറണ്ട് റേഷ്യോ 2 ആണ്. അതായത് ഇത്ര ആലോചിച്ചാൽ മതി, കോൺസെപ്റ്റുവലി ചിന്തിച്ചാൽ മതി. നമ്മുടെ കറണ്ട് ലയബിലിറ്റീസിന്റെ 2 ടൈംസ് ആണ് കറണ്ട് അസറ്റ്സ് വരുന്നത് അല്ലെ? അതാണല്ലോ കറണ്ട് ലയബിലിറ്റി. നമ്മുടെ കറണ്ട് ലയബിലിറ്റിയുടെ 2 മൾട്ടിപ്പിൾ ടൈംസ് ആണ് കറണ്ട് അസറ്റ് വരുന്നത്. ആ കറണ്ട് അസറ്റിന്റെ സ്പ്ലിറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആ സ്പ്ലിറ്റിലെ ഈ 0.8 ഇൻവെന്ററി ഞാൻ വെട്ടി. അപ്പോൾ ഇനി ക്യാഷും അക്കൗണ്ട് റിസീവബിളും മാത്രമേ എന്തിലുള്ളൂ? ക്വിക്ക് അസറ്റ്സിലുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ ക്വിക്ക് റേഷ്യോ കാണാൻ വേണ്ടി ക്വിക്ക് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി നമ്മൾ നേരത്തെ 1 ആക്കിയിട്ടാണ് എടുത്തത്. ക്യാഷ് 0.4 ആണ്, അക്കൗണ്ട് റിസീവബിൾ 0.8 ആണ്. അങ്ങനെയാണ് ക്വിക്ക് അസറ്റ്സിൽ 0.4 പ്ലസ് 0.8 അല്ലെ ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി നമ്മൾ നേരത്തെ എടുത്തത് 1 ആണ്. അങ്ങനെയാണെങ്കിൽ 1.2 ഡിവൈഡഡ് ബൈ 1, അതായത് 1.1 നമ്മുടെ ക്വിക്ക് റേഷ്യോ.
ഓക്കെ, എന്താ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മളെ കറന്റ് ലാബിലിറ്റീസിന്റെ 1.2 ടൈംസ് ആണ് നമ്മുടെ ക്വിക്ക് അസറ്റ്സ്. അതുപോലെ തന്നെ കറന്റ് ലാബിലിറ്റിയുടെ 2 ടൈംസ് ആണ് നമ്മളെ കറന്റ് അസറ്റ്. ഈ ഒരു കണക്ഷൻ വെച്ചിട്ട് നമുക്ക് ഈ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ദിവസം ക്ലിയർ അല്ലേ സുവിധ? യെസ്. ഓക്കെ, അതേ സെയിം ഈ പാറ്റേണിലാണ് ഈ ക്വസ്റ്റ്യന്. നേരത്തെ ക്യാഷ്, മാർക്കറ്റബിൾ സെക്യൂരിറ്റി, അക്കൗണ്ട് റിസീവബിൾ, ഇൻവെന്ററി എന്നുള്ള 3 സ്പ്ലിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഞാൻ അത് 5 സ്പ്ലിറ്റ് ആക്കി തന്നു. എന്നിട്ട് ഞാൻ കറണ്ട് റേഷ്യോ കറണ്ട് റേഷ്യോ ഇവിടെ 3 ആണ്. സോ ഞാനിതാ കറണ്ട് റേഷ്യോ 3 കിട്ടാനുള്ള ഒരു എക്സാമ്പിൾ എടുത്തു. 150യും 50യും. സോ 50 ആണ് കറണ്ട് ലാബിലിറ്റി, അതിന്റെ 3 ടൈംസ് ആണ് കറണ്ട് അസറ്റ് ആയിട്ടുള്ള 150. ഓക്കെ, സോ ഈ 150 ആണ് എന്റെ ടോട്ടൽ കറണ്ട് അസറ്റ് എന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞാൽ ക്യാഷ് കറണ്ട് അസറ്റിന്റെ 20% ആണ്. കറണ്ട് അസറ്റ് 150 ആണ്, അതിന്റെ 20% ഞാൻ ക്യാഷ് ആക്കി എടുത്തു, അപ്പൊ 30. ഇനി മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് കറണ്ട് അസറ്റിന്റെ 10%. കറണ്ട് അസറ്റിന്റെ 10% ആയിട്ടുള്ള 15 മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. ഓക്കെ, ഇനി ഇൻവെന്ററി കറണ്ട് അസറ്റിന്റെ 30%. കറണ്ട് അസറ്റിന്റെ 30% ഇൻവെന്ററി ആയിട്ടുള്ള 45. അക്കൗണ്ട് റിസീവബിൾ കറണ്ട് അസറ്റിന്റെ 20% ആണ്. കറണ്ട് അസറ്റിന്റെ 20% ആണ് അക്കൗണ്ട് റിസീവബിൾ ആയിട്ടുള്ള 30. ഇനി കറണ്ട് അസറ്റിന്റെ 20% ആണ് പ്രീപെയ്ഡ് എക്സ്പെൻസും. അതുപോലെ തന്നെ ഞാൻ പ്രീപെയ്ഡ് എക്സ്പെൻസും എടുത്തു. ഇനി ഈ എമൗണ്ടുകൾ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണം? ക്വിക്ക് റേഷ്യോ കണ്ടുപിടിക്കണം. ക്വിക്ക് റേഷ്യോയിൽ ക്യാഷ് ഉണ്ടാവും, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ഉണ്ടാവും, അക്കൗണ്ട് റിസീവബിൾ ഉണ്ടാവും. ക്യാഷ് 30 ഞാൻ ഇവിടെ എടുത്ത്, അതുപോലെ തന്നെ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് 15 എടുത്ത്, അക്കൗണ്ട് റിസീവബിൾ 30 എടുത്ത്, ഡിവൈഡഡ് ബൈ ഞാൻ എത്രയാണോ ഇതിന് വേണ്ടി എടുത്ത കറന്റ് ലാബിലിറ്റി 50 ആണ്, ആ ഡിവൈഡ് ബൈ 50 ചെയ്താൽ ടോട്ടൽ 75 ഡിവൈഡ് ബൈ 50, ക്വിക്ക് റേഷ്യോ 1.5 ആയിട്ട് വരും. ഓക്കെ, സോ ഇനി ക്യാഷ് റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ക്യാഷ് ഉണ്ട്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ഉണ്ട്, പക്ഷെ അക്കൗണ്ട് റിസീവബിൾ വേണ്ട. അങ്ങനെയാണെങ്കിൽ ക്യാഷ് റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്യാഷ് പ്ലസ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ഡിവൈഡ് ബൈ കറന്റ് ലാബിലിറ്റി ആണ് ചെയ്യേണ്ടത്. ക്യാഷ് 30 ആയിട്ടാണ് എക്സാമ്പിൾ എടുത്തത്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് 1.15 ആണ്, ഡിവൈഡ് ബൈ കറന്റ് ലാബിലിറ്റി 50 ആണ്. അങ്ങനെയാണെങ്കിൽ 45 ഡിവൈഡ് ബൈ 50 0.9 ആണ് എന്റെ ക്യാഷ് റേഷ്യോ. ഈ രീതിയിലാണ് നമ്മളിപ്പോൾ 2 ക്വസ്റ്റ്യൻ ചെയ്തത്. ക്ലിയർ ആണോ? ക്ലിയർ. അങ്ങനെയാണെങ്കിൽ ആൻസർ എഴുതിയിട്ടുണ്ടാവില്ലല്ലോ സുഗീത? സ്ക്രീൻഷോട്ട് വല്ലതും എടുക്കണോ? സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുമോ? സ്ക്രീൻഷോട്ട് അല്ല, ഞാൻ ഫോണിൽ എടുക്കാം. ഓക്കെ ഓക്കെ, ഞാൻ മാറ്റട്ടെ അല്ലെങ്കിൽ വെച്ച് തരണോ? കുഴപ്പമില്ല സാർ, ഞാൻ ഫോണിൽ ഫോട്ടോ എടുത്താലും മതി. ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ. എടുത്തായിരുന്നോ? സർ ഇതിന്റെ ഈസി മെത്തേഡ് ഞാൻ ചെയ്ത് ഒന്ന് നോക്കുമായിരുന്നു. അതായത് ഇപ്പൊ കറന്റ് റേഷ്യോ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ക്വിക്ക് റേഷ്യോക്ക് 50% വരുന്നത്. സോ 3യുടെ 50% നോക്കിയാൽ പോരെ, നമ്മൾ ഈ എമൗണ്ട് ഒക്കെ ഇങ്ങനെ ഇടുന്നേക്കാളും. അങ്ങനെ എടുത്താൽ മതി. അതുപോലെ ക്യാഷ് റേഷ്യോക്ക് 30% വരുന്നത്. ജസ്റ്റ് അപ്പൊ ഡയറക്റ്റ് ക്യാഷ് റേഷ്യോ 3 ഇൻറ്റു 30% കൊടുക്കുമ്പോൾ 0.9 വരുന്നുണ്ട്. അങ്ങനെ എടുത്താൽ മതി. അങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ അത് എടുക്കുന്ന ചെയ്താൽ എമൗണ്ട് മതി. അങ്ങനെ എടുത്താൽ മതി. അപ്പൊ നമ്മൾ എടുക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ കറണ്ട് റേഷ്യോ 3 കിട്ടണമെങ്കിൽ 3 ഡിവൈഡ് ബൈ 1 ആക്കി നമ്മൾ എടുത്ത എമൗണ്ട്. ഓക്കെ, സോ ആ 3യുടെ 20% എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ് 0.6, അതുപോലെ തന്നെ 0.3, അത്രയും അതുപോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്തില്ല, അത്രയും ഞാൻ സ്പ്ലിറ്റ് ചെയ്തില്ല, കാരണം ഇതിനകത്ത് ഡയറക്റ്റ് പെർസെന്റേജ് ആയതുകൊണ്ട്. ഇപ്പൊ ക്വിക്ക് റേഷ്യോയില് 20 ക്യാഷ്, 10 മാർക്കറ്റബിൾ സെക്യൂരിറ്റി, 20 അക്കൗണ്ട്സ് റിസീവബിൾ. സോ അങ്ങനെ ഡയറക്റ്റ് എടുത്താലും മതി. 50% ഓഫ് 3 എന്ന് കൊടുത്തു. ഞാൻ അങ്ങനെ ഇതിനൊരു എടുത്താൽ മതി. ഓൾട്ടർനേറ്റീവ് ചെയ്തു, ഒരു ജസ്റ്റ് 2.7 കറന്റ് റേഷ്യോ ഇട്ട് ചെയ്തു. അപ്പോൾ ഈ സെയിം മെത്തേഡ് ചെയ്യുമ്പോൾ ആൻസർ തന്നെ അതെ, അങ്ങനെ ചെയ്താൽ മതി. അങ്ങനെ വരുന്നുണ്ട്. ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ടോട്ടൽ കറണ്ട് അസറ്റ് 50% ആണ്. ഓക്കെ, ആ കറണ്ട് അസറ്റിലെ ഏതൊക്കെയാണ് പിക്ക് ഐറ്റംസിൽ വരുന്നത് വെച്ചാൽ ക്യാഷ്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, അക്കൗണ്ട് റിസീവബിൾ. 20, 10, വീണ്ടും 20. ആ 3 ഐറ്റംസ് ആഡ് ചെയ്താൽ നമ്മുടെ കറണ്ട് അസറ്റിന്റെ പകുതിയാണ് വന്നത്. ഓക്കെ, 50%. സോ നമ്മുടെ പെർസെന്റേജ് ഓഫ് 3 എന്ന് കൊടുക്കുമ്പോൾ ആൻസർ വരുന്നുണ്ട്. അതെ, കറണ്ട് റേഷ്യോയുടെ പകുതി ആയിരിക്കും നമ്മുടെ ക്വിക്ക് റേഷ്യോ. അങ്ങനെ ചെയ്താലും മതി. ഓക്കെ, ഒരു എക്സാമ്പിൾ വെച്ച് കാണിച്ചു തന്നാലും നമുക്ക് ഇങ്ങനെ ഈ രീതിയിലൊക്കെ ചെയ്തിട്ട് ഒരു ഇക്വേഷണൽ രീതിയിൽ ചെയ്യാം. ഏത് രീതിയിൽ ചെയ്താലും നമുക്ക് ആൻസർ കിട്ടാണ്. ഇവിടെ എമൗണ്ട് അല്ല ഇമ്പോർട്ടൻറ്റ്, ആ ഒരു പെർസെന്റേജ് ആണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ദിവസം ചെയ്യാം. ദിവസം MCQ ആണ് ചെയ്യാനുള്ളത്.
ക്വസ്റ്റ്യൻ നമ്പർ 21. ക്വസ്റ്റ്യൻ വേണമെങ്കിൽ എഴുതിയാൽ മതി, നിങ്ങളുടെ ഇഷ്ടം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നെറ്റ്വർക്ക് ഗ്യാപ്പിൽ കാണാൻ പറ്റും. വേറെ ഇതിൽ ഈ സപ്ലൈസ് എന്താ അതെ, ഉദ്ദേശിക്കുന്നത്? സപ്ലൈസ് എന്ന് പറഞ്ഞാൽ ഇതാ, നമ്മൾ ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റോക്ക് ആണല്ലോ അല്ലെ, നമ്മളൊരു കറണ്ട് അസറ്റ് ആണ്. സപ്ലൈസും ഒരു കറണ്ട് അസറ്റ് ആണ്. എന്താണ് ഈ സപ്ലൈസ് എന്ന് പറഞ്ഞാൽ? അത് ഇൻവെന്ററി പോലത്തെ ഓരോ ഐറ്റംസ് ആണ്, പക്ഷെ നമ്മളത് റീസെയിലിന് വേണ്ടി മേടിക്കുന്ന ഇൻവെന്ററീസ് അല്ല, നമ്മളെ ഓഫീസിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന സപ്ലൈസ് ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ പ്രിന്ററിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇങ്ക്, അതുപോലെ തന്നെ സ്റ്റേഷനറി ഐറ്റംസ്, അതൊക്കെ നമ്മൾ സപ്ലൈസ് ഉള്ള കാറ്റഗറിയിലാണ് ബാലൻസ് ഷീറ്റിൽ വരാം. അത് യൂസ് ചെയ്യുന്നത് വരെ ആ സപ്ലൈസ് ഒരു ഇൻവെന്ററി ആക്കിയിട്ട്, ഇൻവെന്ററി പോലെ ആയിട്ട് നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കും. അത് ഇൻവെന്ററി, ഒരു ടൈപ്പ് ഓഫ് ഇൻവെന്ററി ആണ് സപ്ലൈസ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഓഫീസിലേക്ക് ആവശ്യമുള്ള നമ്മൾ സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ വാങ്ങിയാൽ അത് സപ്ലൈസിന്റെ കാറ്റഗറിയാണ് വരാം. അത് യൂസ് ചെയ്യുന്നത് വരെ നമ്മുടെ ഒരു അസറ്റ് ആയിട്ട് കറണ്ട് അസറ്റിൽ കാണിക്കും. ഓക്കെ, ഒരു ടൈപ്പ് ഓഫ് ഇൻവെന്ററി ആണ്, പക്ഷെ അത് റീസെയിലിന് വേണ്ടിയിട്ടുള്ള ഇൻവെന്ററി അല്ല, നമ്മളെ പേഴ്സണൽ യൂസിന് അല്ലെങ്കിൽ ഓഫീസ് യൂസ്. അക്രൂവൽസും കറന്റ് ലയബിലിറ്റി ആയിട്ടാണോ കൺസിഡർ അതെ, ചെയ്യുന്നത്? അക്രൂവൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്നാണ് അക്രൂവൽസ്. പെൻഡിങ് ആയിട്ടുള്ള എമൗണ്ട് എന്നാണ് 45,000 നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ 45,000. അതെ അതെ, 45,000. ഈ ക്വസ്റ്റ്യൻ ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടണമെങ്കിൽ നമുക്ക് കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ചെയ്താൽ മതി. ഏതൊക്കെ ഐറ്റംസ് ആണ് കറണ്ട് അസറ്റിൽ, ഏതൊക്കെയാണ് ഐറ്റംസ് കറണ്ട് ലയബിലിറ്റി നോക്കിയാൽ മതി. കിട്ടിയായിരുന്നു ആരാ? സർ 45,000. അതെ, 45,000. സോ ഞാൻ ആദ്യം കറണ്ട് അസറ്റ് ലിസ്റ്റ് ചെയ്യുന്നു. മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് 10,000 ആണ്. അതുപോലെ തന്നെ അക്കൗണ്ട്സ് റിസീവബിൾ ഉണ്ട് 60,000, അതും ഞാൻ ആഡ് ചെയ്യും. അതിന്റെ കൂടെ ഞാൻ 25,000 ഇൻവെന്ററി ആഡ് ചെയ്തു, 25,000. അതുപോലെ തന്നെ സപ്ലൈസ് 5,000, അതും ആഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ 10,000, 60,000, 70 പ്ലസ് 30, 1 lakh ആണ് എന്റെ കറണ്ട് അസറ്റ് കിട്ടി. ഇനി കറണ്ട് ലയബിലിറ്റി എത്രയാണെന്ന് വെച്ചാൽ, അക്കൗണ്ട്സ് പേയബിൾ 40,000 ഉണ്ട്, ഷോർട്ട് ടേം ഡെപ്റ്റ് പേയബിൾ 10,000 ഉണ്ട്, അക്രൂവൽസ് എന്ന് പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് 5,000 ഉണ്ട്. 40, 50, 55. കറണ്ട് ലയബിലിറ്റി എന്നുള്ളത് 55,000. സോ നമ്മുടെ നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ കാണാൻ വേണ്ടിയിട്ട്, കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി 1 lakh മൈനസ് 55,000. നമ്മുടെ നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ളത് 45,000 ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതുന്നുണ്ടോ? അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഞാൻ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം, നിങ്ങൾ വേണമെങ്കിൽ എഴുതിയാൽ മതി. ചില ക്വസ്റ്റ്യൻ ചെറുതാണ്, ചില ക്വസ്റ്റ്യൻ വലുതാണ്, അല്ലെങ്കിൽ നമ്പർ ഇടേ, അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടം. ക്വസ്റ്റ്യൻ എഴുതണോ അല്ലെങ്കിൽ നമ്പർ ഇട്ട് പോകണോ, അല്ലെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ആ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് പിന്നെ ഫില്ല് ചെയ്താലും മതി, അല്ലെങ്കിൽ ഇവിടുന്ന് ക്വസ്റ്റ്യൻ ചെയ്താലും മതി, നിങ്ങളെ ഇഷ്ടം. ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇല്ല. ഞാൻ ഞാൻ തൽക്കാലം എഴുതിയിട്ടില്ല. ഒരു ഗ്യാപ്പ് കിട്ടും, ഈ ക്വസ്റ്റ്യൻ ചെയ്താൽ ചെറിയ ഗ്യാപ്പ് കിട്ടും. ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്യാം, അപ്പോൾ ഫില്ല് ചെയ്യണം. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 20. ഒരു ചെറിയ ക്വസ്റ്റ്യൻ. ക്യാഷ് തന്നിട്ടുണ്ട്, അക്കൗണ്ട്സ് റിസീവബിൾ തന്നിട്ടുണ്ട്, ഇൻവെന്ററി തന്നിട്ടുണ്ട്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, കറന്റ് ലയബിലിറ്റീസ്, ലോങ് ടേം ലയബിലിറ്റീസ്.
ബേസ്ഡ് ഓൺ ദി ഇൻഫോർമേഷൻ പ്രൊവൈഡഡ് ദ ലഗേജ് മാനുഫാക്ചറേഴ്സ് ക്വിക്ക് റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതൊക്കെ വേണം, ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ വേണം നിങ്ങൾക്ക് ചെയ്താം. 22 ക്വസ്റ്റ്യൻ കണ്ടിട്ട് ക്യാഷ്, അക്കൗണ്ട് റിസീവബിൾ, ഇൻവെന്ററി, മാർക്കറ്റ് സെക്യൂരിറ്റീസ്, കറന്റ് ലയബിലിറ്റീസ്, ലോങ് ടേം ലയബിലിറ്റീസ്, കറന്റ് ലയബിലിറ്റീസ് ഒക്കെ കണ്ടിട്ട് ക്വിക്ക് റേഷ്യോ ആണ് കാണാൻ പറഞ്ഞത്. 2.34. 2.34. ശരിയാണ്. .25. അല്ലല്ല, ക്വിക്ക് റേഷ്യോയില് എന്തൊക്കെ വരാൻ നോക്കുക. ക്യാഷ് വരും, അതുപോലെ തന്നെ എന്തൊക്കെ വരാം. മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, ആ അക്കൗണ്ട്സ് റിസീവബിൾ. ഈ 3 ഐറ്റംസ് ആണ് ക്വിക്ക് അസറ്റ്സിൽ വരിക, ഡിവൈഡ് ബൈ കറന്റ് ലയബിലിറ്റി. ആരാധന കിട്ടിയോ? എവിടെ മിസ്സായത് സുഗതം? 0.99. കറന്റ് ലയബിലിറ്റി എത്ര? കറന്റ് ലയബിലിറ്റിയിൽ മിസ്സായിട്ടുണ്ട്. കറന്റ് ലയബിലിറ്റി ആണ്, ടോട്ടൽ ലയബിലിറ്റി അല്ല. ഓക്കെ. ശ്രദ്ധിക്കണം. ഇക്വേഷൻ നോക്കി ചെയ്താൽ മതി, നിങ്ങൾ സ്റ്റാർട്ടിങ് അല്ലേ. ക്യാഷ്, മാർക്കറ്റ് സെക്യൂരിറ്റീസ് പ്ലസ് അക്കൗണ്ട് റിസീവബിൾ ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റി. ഈ ലോങ് ടേം ലയബിലിറ്റി ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്, പക്ഷെ നമുക്ക് ആവശ്യമില്ല. ആവശ്യമുള്ള മാത്രം എടുത്താൽ മതി. ഇവിടെ ക്യാഷ് എന്നുള്ളത് 5,31,000 ആണ്. പ്ലസ് അക്കൗണ്ട്സ് റിസീവ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് 2 lakh ആണ്. പ്ലസ് അക്കൗണ്ട്സ് റിസീവബിൾ 4,39,000. 4,39,000 ഡിവൈഡഡ് ബൈ നമ്മുടെ കറന്റ് ലയബിലിറ്റി 5 lakh ആണ്. അങ്ങനെയാണെങ്കിൽ 2.34 ആണ് ക്വിക്ക് റേഷ്യോ കിട്ടുക. ഓപ്ഷൻ ബി. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 18. പറഞ്ഞുതരാം. ഇത് ഇയർ 1 ഡീറ്റെയിൽസ്, ഇത് ഇയർ 2 ഡീറ്റെയിൽസ്. ഇനി റിക്വയർമെന്റ് എന്നുള്ളത് ഇൻ ലുക്കിംഗ് അറ്റ് ലിക്വിഡിറ്റി റേഷ്യോസ് അറ്റ് ബോത്ത് ബാലൻസ് ഷീറ്റ് ഡേറ്റ്, രണ്ട് ഡേറ്റിലെയും ബാലൻസ് ഷീറ്റുകൾ കമ്പയർ ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻ ടു ദ കറന്റ് റേഷ്യോ ആൻഡ് ആസിറ്റസ് റേഷ്യോ, അതായത് ക്വിക്ക് റേഷ്യോ. ഇയർ 1 ഇയർ 2 കറന്റ് റേഷ്യോയും ക്വിക്ക് റേഷ്യോയും കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് സംഭവിച്ചത്? ഡിക്രീസ്ഡ്, ഇൻക്രീസ്ഡ്, ഡിക്രീസ്ഡ്. അപ്പോൾ രണ്ട് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇയർ 1 കറന്റ് റേഷ്യോ കാണാം, ഇയർ 2 കറന്റ് റേഷ്യോ കാണാം. അപ്പൊ നിങ്ങൾ മനസ്സിലാവും കൂടുകയാണോ കുറഞ്ഞാണോ ചെയ്തത്. അതുപോലെ തന്നെ ക്വിക്ക് റേഷ്യോ ഇയർ 1 കാണാം, 2 കാണാം. നമുക്ക് കൂടിയോ കുറവെന്ന് മനസ്സിലാവും. ആ കൂടിയോ കുറവെന്ന് മനസ്സിലായാൽ ഏതാണ് ഓപ്ഷൻ മനസ്സിലാവും. രണ്ടും ഡിക്രീസ്ഡ് അല്ലേ? ഓപ്ഷൻ 6.
ഓപ്ഷൻ സി അല്ലേ? ശരിയാണ്. ഓപ്ഷൻ സി. ആരാധന? യെസ് സർ, രണ്ടും increased ആയിട്ട് കിട്ടി. രണ്ട് ഡിഗ്രീസ് ചെയ്യുന്നുണ്ട് അല്ലേ? എനിക്കും അങ്ങനെ തന്നെ കിട്ടി. ശരിയാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. സോ ഞാനിതാ ഇയർ വണ്ണിലെ കറണ്ട് റേഷ്യോട് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി. ഇതാ കറണ്ട് അസറ്റ് എന്നുള്ളത് ഇയർ വണ്ണിലെ കറണ്ട് അസറ്റ്സിൽ ക്യാഷ് വരും, അക്കൗണ്ട് റിസീവബിൾ വരും, ഇൻവെന്ററി വരും അല്ലെ. പിന്നെ പ്ലാന്റ് പ്രോപ്പർട്ടി എക്യുപ്മെന്റ് നമുക്ക് വേണ്ട, അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ വേണ്ട, ടോട്ടൽ അസറ്റ്സ് നമുക്ക് വേണ്ട. പിന്നെ കറണ്ട് ലയബിലിറ്റീസ് നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, ഇയർ വണ്ണിലെയും ഇയർ ടൂലെയും. സോ ഇയർ വണ്ണിലെ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ 40,000, 1,20,000, 2,00,000. 40,000 പ്ലസ് 1,20,000 പ്ലസ് 2,00,000 എന്ന് പറഞ്ഞാൽ 3,60,000 ആണ് കറണ്ട് അസറ്റ് ഇയർ വണ്ണില്. ഡിവൈഡ് ബൈ ഇയർ വണ്ണിലെ കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ 60,000 ആണ്. 60,000. സോ നമ്മുടെ ഇയർ വണ്ണിലെ കറണ്ട് അസറ്റ് 6 ആണ് വരിക. ഇനി ഇയർ ടൂലേക്ക് വരുമോ? കറണ്ട് റേഷ്യോ ഓഫ് അല്ല, ഇയർ വണ്ണിലെ കറണ്ട് റേഷ്യോ 6 ആണ് വരിക. കറണ്ട് റേഷ്യോ ഓഫ് ഇയർ ടൂലേക്ക് വരുന്നപ്പോൾ ക്യാഷും അക്കൗണ്ട് റിസീവബിളും ഇൻവെന്ററിയും കൂടി ആഡ് ചെയ്തപ്പോൾ 30,000 പ്ലസ് 1,00,000 പ്ലസ് 3,00,000 4,30,000 ആണ്. 4,30,000 ആണ് കറണ്ട് അസറ്റ്. ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി 1,00,000 ആണ്. 4,30,000 ഡിവൈഡ് ബൈ 1,00,000 എന്ന് പറഞ്ഞാൽ 4.3 ആണ് നമ്മുടെ കറണ്ട് റേഷ്യോ വരിക. സോ 6 എന്നുള്ള കറണ്ട് റേഷ്യോ റെഡ്യൂസ് ആയിട്ട് 4.3 ആയില്ലേ. സോ കറണ്ട് റേഷ്യോ ഡിക്രീസ് ആയി. ഇനി ക്യുക്ക് റേഷ്യോക്ക് എന്താ സംഭവിച്ചു നോക്കിയാൽ മതി. ക്യുക്ക് റേഷ്യോ ഇയർ വണ്ണിലെ ക്യുക്ക് റേഷ്യോ എന്ന് പറഞ്ഞാൽ ക്യുക്ക് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി ആണ്. ക്യുക്ക് അസറ്റ്സിൽ ക്യാഷ്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, അക്കൗണ്ട്സ് റിസീവബിൾ അല്ലെ. മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ക്വസ്റ്റ്യനിലില്ല. സോ നമ്മൾ ഇൻവെന്ററി ഉണ്ട് ഒഴിവാക്കുന്നു, ബാക്കിയുള്ള ഐറ്റംസ് എടുക്കുന്നു. ഇയർ വണ്ണിലെ ക്യുക്ക് അസറ്റ്സ് പറഞ്ഞാൽ ക്യാഷും അക്കൗണ്ട് റിസീവബിളും 1,20,000 പ്ലസ് 40,000 1,60,000 ആണ് ഇയർ വണ്ണിലെ ക്യുക്ക് അസറ്റ്. ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ് 60,000 ആണ്. 60,000 ആണ്. അങ്ങനെയാണെങ്കിൽ 1,60,000 ഡിവൈഡ് ബൈ 60,000 ചെയ്താൽ 2.66 ആണ് ഇയർ വണ്ണിലെ ക്യുക്ക് റേഷ്യോ കിട്ടുക. ഇനി അത് ഇയർ ടൂലേക്ക് വരുമ്പോൾ ക്യുക്ക് റേഷ്യോ ഓഫ് ഇയർ ടു എന്നുള്ളത് ഇതാ ക്യുക്ക് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. ഇതാ ക്യുക്ക് അസറ്റ് എന്നുള്ളത് ഇതാ 30,000ഉം അക്കൗണ്ട് റിസീവബിൾ ആയിട്ട് 1,00,000. അങ്ങനെയാണെങ്കിൽ 1,30,000 ആണ് വരിക. 1,30,000 ആണ് ക്യുക്ക് അസറ്റ് വരിക. ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി 1,00,000. അങ്ങനെയാണെങ്കിൽ 1.3 ആണ് ഇയർ ടൂലെ ക്യുക്ക് റേഷ്യോ വരിക. 2.6 എന്നുള്ള ഇയർ വണ്ണിലെ ക്യുക്ക് റേഷ്യോ റിഡ്യൂസ് ആയിട്ട് ഇയർ ടൂലേക്ക് എത്തിയപ്പോൾ 1.3 ആയി. അപ്പോൾ കറണ്ട് റേഷ്യോയും ക്യുക്ക് റേഷ്യോയും ഇയർ വണ്ണിൽ നിന്നും ടൂലേക്ക് പോയപ്പോൾ ഡിക്രീസ് ആയി. ഇതാ സോ ഡിക്രീസ്ഡ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 38.
ഇതാ ക്വസ്റ്റ്യൻ നമ്പർ 38. ആസിഡ് ടെസ്റ്റ് റേഷ്യോ 2 ആണെന്ന് തന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ക്വിക്ക് റേഷ്യോ. കറണ്ട് അസറ്റ് 5000 ആണ്, ഇൻവെന്ററി 2000 ആണ്. അങ്ങനെയാണെങ്കിൽ കറണ്ട് ലയബിലിറ്റീസ് എത്ര? 1500. എത്ര എത്ര? 1500 ആണോ? അതെ, ശരിയാണ്. ആർദ്രം എങ്ങനെ ചെയ്ത്? എല്ലാം ഉണ്ടോ? അവൾ ചെയ്തോട്ട്. അതായത് 38ന്റെ ക്വസ്റ്റ്യനും ആൻസറും എഴുതി കഴിഞ്ഞാൽ 39 ഒന്ന് ട്രൈ ചെയ്തു. നമ്മൾ നേരത്തെ എഫക്ട് ഓഫ് ട്രാൻസാക്ഷൻ ഓൺ ലിക്വിഡിറ്റി റേഷ്യോസ് പഠിച്ചില്ലേ? അതെ. ഡാവിസ് റീറ്റെയിൽ ഇൻകോർപ്പറേഷൻ ആസ് എ ടോട്ടൽ അസറ്റ് ഓഫ് 7.5 million. അത് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, അത് ഏത് എമൗണ്ട് ആയിക്കോട്ടെ. കറണ്ട് റേഷ്യോ 2.3 ആണ്. ഓക്കെ, സോ ആദ്യം കറണ്ട് റേഷ്യോ 2.3 ആയിരുന്നു. അതിനുശേഷം ഇതാ അവരെന്താ ചെയ്തത്? പർച്ചേസിങ് 750,000 ഓഫ് മെർച്ചൻഡൈസ് ഓൺ ക്രെഡിറ്റ് ഫോർ റീസെയിൽ. മെർച്ചൻഡൈസ് എന്ന് പറഞ്ഞാൽ ഇൻവെന്ററി എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ക്രെഡിറ്റിനാണ് വാങ്ങിയത്. റീസെയിൽ ചെയ്യാൻ വേണ്ടി മെർച്ചൻഡൈസ് വാങ്ങുന്ന പറഞ്ഞാൽ അത് ഇൻവെന്ററി ആണ് അർത്ഥം. അപ്പൊ അവർ 750,000 വാല്യൂള്ള ഇൻവെന്ററി ക്രെഡിറ്റിന് വാങ്ങി. അങ്ങനെയാണെങ്കിൽ കറണ്ട് റേഷ്യോ എന്താവും? റിമൈൻ അറ്റ് 2.3, ലോവർ, എക്സാക്ട്, ഹയർ ദാൻ. ഈ 38 ക്വസ്റ്റ്യൻ കിട്ടിയോ മോശിറ? അതായത് ഇവിടെ ക്യുക്ക് റേഷ്യോ ആണ് തന്നിട്ടുള്ളത്. ആസിഡ് ടെസ്റ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ക്യുക്ക് റേഷ്യോ ആണ് 2 എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളത്. സോ ക്യുക്ക് റേഷ്യോ എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, കറണ്ട് അസറ്റ് തന്നിട്ടുണ്ട്, ഇൻവെന്ററി തന്നിട്ടുണ്ട്. സോ ക്യുക്ക് റേഷ്യോ കിട്ടാനുള്ള ക്രൈറ്റീരിയ എന്താണ്? കറണ്ട് അസറ്റും ക്യുക്ക് റേഷ്യോ തമ്മിലുള്ള കണക്ഷൻ എന്താണ് നോക്കിയാൽ കിട്ടും. ക്യുക്ക് റേഷ്യോ കിട്ടാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ക്യാഷ്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് പ്ലസ് അക്കൗണ്ട് റിസീവബിളിനെ ഡിവൈഡ് ബൈ കറന്റ് ലയബിലിറ്റി ചെയ്താൽ മതി. ആ ക്യാഷ്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് എന്നുള്ള എമൗണ്ടിനെ ഞാൻ കോമൺ ആയിട്ട് ക്വിക്ക് അസറ്റ്സ് എന്ന് വിളിച്ചു. സോ കറണ്ട് അസറ്റും ക്വിക്ക് അസറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നൊക്കെ ആലോചിച്ചാൽ കിട്ടും. ഇൻക്ലൂഡഡ് ആണ് 2000 അല്ലേ? അതായത് ആ ഇൻക്ലൂഡഡ് ആണ്. ഈ 2000 ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കറണ്ട് അസറ്റ് ആണ് ആ ഓക്കെ അപ്പൊ 3000 ബൈ 2 10,000. ഇൻക്ലൂഡഡ് ആണെന്ന് ചോദിക്കരുത്, കാരണം കറണ്ട് അസറ്റ് സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. അതിന് പുറമെയാണ് ഇൻവെന്ററി തന്നത്. കറണ്ട് അസറ്റിൽ എന്തായാലും ഇൻവെന്ററി ഇൻക്ലൂഡ് ആയിരിക്കും. ഇതൊരു ഡൗട്ട് എന്തായിരുന്നു? ആ, തേർട്ടി 38 കിട്ടിയവർ 39 ചെയ്ത് നോക്കുക.
കറണ്ട് ഓൾമോസ്റ്റ് അസറ്റും ക്വിക്ക് റേഷ്യോയും കറണ്ട് അസറ്റും തമ്മിലുള്ളത്, അല്ല സോറി, കറണ്ട് റേഷ്യോയും തമ്മിലുള്ള റിലേഷൻ നോക്കാൻ പറഞ്ഞില്ലേ, അതെന്താ ഉദ്ദേശിച്ചത്? അങ്ങനെയല്ല That ഉദ്ദേശിച്ചത്. means അതായത് നമുക്ക് ക്വിക്ക് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വിക്ക് അസറ്റ് ഡിവൈഡ് ബൈ കറന്റ് ലയബിലിറ്റി ചെയ്താൽ മതി അല്ലെ? ചെയ്ത പോലെ ഈ ക്വിക്ക് അസറ്റിൽ ക്യാഷും മാർക്കറ്റബിൾ സെക്യൂരിറ്റീസും അക്കൗണ്ട് റിസീവബിൾ ഒക്കെ ഉണ്ടാവും. എല്ലാം. അതെന്തെങ്കിലും കാര്യം. ഓക്കെ. ഇനി കറണ്ട് റേഷ്യോയിൽ നമ്മൾ ചെയ്യുന്നത് കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ കറന്റ് ലയബിലിറ്റി ആണ് അല്ലെ? സോ ഈ കറണ്ട് അസറ്റും ക്വിക്ക് അസറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ക്വിക്ക് അസറ്റ്, കറണ്ട് അസറ്റില് ഇൻവെന്ററി ഇൻക്ലൂഡഡ് ആണ്. ഇൻക്ലൂഡഡ് ആണ്. ക്വിക്ക് അസറ്റിൽ ഇതില് ക്വിക്ക് അസറ്റിൽ ഇൻവെന്ററി ഇൻക്ലൂഡഡ് അല്ല. ഇൻക്ലൂഡഡ് അല്ല അല്ലെ? സോ കറണ്ട് അസറ്റിന്റെ ഇൻവെന്ററി ലെസ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? പിന്നെ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞില്ലേ, ഹാഫ് ഓഫ് കറണ്ട് അസറ്റ് ഇസ് ഈക്വൽ ടു കറണ്ട് റേഷ്യോ ഇസ് ഈക്വൽ ടു ക്വിക്ക് റേഷ്യോ എന്ന് പറഞ്ഞില്ലേ? അത് നേരത്തെ ക്വസ്റ്റ്യനില് ആ ക്വിക്ക് കറണ്ട് റേഷ്യോയുടെ ആ ഒരു സ്പ്ലിറ്റ്, ആ ഒരു 20%, 30% എന്നുള്ള സ്പ്ലിറ്റില് ആ ഒരു പെർസെന്റേജുകൾ ആഡ് ചെയ്തപ്പോൾ നമുക്കത് കിട്ടിയായിരുന്നു. ഇവിടെ ആ പെർസെന്റേജുകളും തന്നിട്ടില്ല. നേരത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു, പക്ഷെ ഈ ക്വസ്റ്റ്യനിൽ അത് പറ്റില്ല. അതായത് ഞാൻ മനസ്സിലാവും. നേരത്തെ കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റിന്റെ കറണ്ട് ലാബിലിറ്റി, കറണ്ട് ലാബിലിറ്റിന്റെ 3 ടൈംസ് ആണ് കറണ്ട് അസറ്റ്സ് എന്നാണ് പറഞ്ഞത്. സോ ആ കറണ്ട് അസറ്റിലെ 20% ആണ് ക്യാഷ്, 10% ആണ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, അക്കൗണ്ട് റിസീവബിളിൽ 20% ആണ്. സോ 20 + 10 + 20, 50% ആണ് ക്വിക്ക് അസറ്റ്സിൽ വരുന്നത്. ഓക്കെ. സോ ആ കറണ്ട് റേഷ്യോന് പകുതിയായിട്ട് നമുക്ക് എടുക്കാം. ഈ ഒരു ക്വസ്റ്റ്യനിൽ മാത്രം എടുക്കാം ആ പെർസെന്റേജിലുള്ള രീതിയിൽ. സോ എപ്പോഴും ആ ഇത് വർക്ക്ഔട്ട് ചെയ്യണ്ടെന്നുള്ള ഞാൻ പറഞ്ഞതാണ്. ഒരു എക്സാമ്പിൾ വെച്ച് ചെയ്താൽ എപ്പോഴും നമുക്ക് ക്ലിയർ ആയിരിക്കും. ഓക്കെ. പെർസെന്റേജ് തരുമ്പോ മാത്രമാണോ നമുക്ക് ആ ഒരു ഇത് അപ്ലൈ ചെയ്യേണ്ടത്? അതെ, അതിൽ പെർസെന്റേജ് തന്നിട്ടുണ്ട്. ഇവിടെ പെർസെന്റേജിനൊന്നും ആവശ്യമില്ലല്ലോ നമുക്ക്. ഇവിടെ ക്വിക്ക് റേഷ്യോ 2 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് കറന്റ് ലയബിലിറ്റീസിന്റെ 2 ടൈംസ് ആണ് ക്വിക്ക് അസറ്റ്സ്. ഓക്കെ. സോ ആ ക്വിക്ക് അസറ്റ്സ് കാണാനുള്ള വഴി ഇവിടെ തന്നിട്ടുണ്ട്. ക്വിക്ക് അസറ്റ്സ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാം? കറണ്ട് അസറ്റിൽ ഇൻവെന്ററി ഇൻക്ലൂഡഡ് ആണ്. ക്വിക്ക് അസറ്റും കറണ്ട് അസറ്റിലുള്ള ഡിഫറൻസ് പറഞ്ഞാൽ ക്വിക്ക് അസറ്റിൽ ഇൻവെന്ററി ഇല്ല. സോ ഈ കറണ്ട് അസറ്റിൽ നിന്നും ഈ ഇൻവെന്ററി കണ്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ക്വിക്ക് അസറ്റ്സിലേക്ക് എത്താൻ പറ്റും. സോ ക്വിക്ക് റേഷ്യോ എന്ന് പറഞ്ഞാൽ ക്വിക്ക് അസറ്റ്സ് ഡിവൈഡ് ബൈ കറന്റ് ലയബിലിറ്റി ആണ്. ക്വിക്ക് റേഷ്യോ 2 ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ക്വിക്ക് അസറ്റ്സ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് യൂസ് ചെയ്ത് കറന്റ് ലയബിലിറ്റി കണ്ടെത്തിക്കൂടെ? സിമ്പിൾ അല്ലേ? സർ, ഓപ്ഷൻ ഡി ആണോ 39? ബി ഹയർ ദാൻ 2.3 ആ? അല്ല. അല്ല, ലോവർ ദാൻ. ബി ആണോ സർ? ബി ഓപ്ഷൻ ലോവർ ദാൻ. അതെ, ബി ആണ് ശരി. അതിൽ ടോട്ടൽ അസറ്റ് 7,50,000 തന്നിട്ടുണ്ട്. ഓക്കെ. അത് നമുക്ക് എടുക്കണം എന്ന് ആവശ്യമില്ല. ഇവിടെ കറണ്ട് അസറ്റ് എന്നാണ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതാക്കി എടുക്കാം. പക്ഷെ അതൊന്നും വിഷയമല്ല. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ശ്രദ്ധിക്കണം വെച്ചാൽ കറണ്ട് റേഷ്യോ 2.3 ആണ്. സോ നമ്മുടെ കറണ്ട് ലയബിലിറ്റിയുടെ 2.3 ടൈംസ് ആയിരിക്കണം നമ്മുടെ കറണ്ട് റേഷ്യോ, അല്ല കറണ്ട് അസറ്റ്. വേണമെങ്കിൽ നമുക്ക് 230 എടുക്കാം, അല്ലെങ്കിൽ 2,300,000 എന്ന് എടുക്കാം, അല്ലെങ്കിൽ 23,000, 10,000 എടുക്കാം. അത് എത്ര ആവും നമുക്ക് ആവശ്യമില്ല. ഈ ഓപ്ഷനുള്ളിൽ എന്താ ചെയ്യാം. അപ്പൊ അങ്ങനെ സെയിം എമൗണ്ട് ആണ്. ഫോർ എക്സാമ്പിൾ ഇതാ, ആദ്യം 230 ആയിരുന്നു നമ്മളെ കറണ്ട് അസറ്റ്, കറണ്ട് ലയബിലിറ്റി 100 ആയിരുന്നു അല്ലെ? അതിലേക്ക് ഇതാ ഇൻവെന്ററി പർച്ചേസ് ചെയ്തു റീസെയിലിന് വേണ്ടിയിട്ട് ഓൺ ക്രെഡിറ്റ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇതാ ഇതിലേക്ക് ഒരു 7,50,000 ഇൻവെന്ററി വരും. ഓക്കെ. അതുപോലെ തന്നെ കറന്റ് ലാബിലിറ്റീസിലേക്ക് ഒരു അക്കൗണ്ട്സ് പേയബിൾ വരും. ക്രെഡിറ്റിനാണ് സാധനം വാങ്ങിയത്. കറന്റ് ലാബിലിറ്റീസിലേക്ക് 7,50,000 വന്നിട്ടുണ്ടെങ്കിൽ ഇതാ സെയിം എമൗണ്ട് ആ റേഷ്യോയിലേക്ക് ആഡ് ചെയ്താൽ റേഷ്യോയുടെ വാല്യൂ എന്തായാലും കുറയും. വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സാമ്പിൾ വെച്ച് വേണമെങ്കിൽ തെളിവിനാണ് ചെയ്ത് നോക്കാം.
നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ 230 എടുക്കണ്ട, ഈ 7,50,000 അല്ലേ, സോ 1 lakh തന്നെ പറഞ്ഞത്. 2.3 എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ 2,30,000 ഡിവൈഡഡ് ബൈ 1 lakh. ഇതായിരുന്നു നമ്മുടെ ആദ്യത്തെ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും കറണ്ട് റേഷ്യോയും. 2 lakh കറണ്ട് അസറ്റ്, 1 lakh കറണ്ട് ലയബിലിറ്റി. സോ കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി 2.3 ആണ് നമ്മുടെ കറണ്ട് റേഷ്യോ. അതിലേക്ക് ഒരു 7,50,000 ഇൻവെന്ററി വരുന്നു, അതിലേക്ക് കറണ്ട് ലയബിലിറ്റിയിലേക്ക് ഒരു 7,50,000 അക്കൗണ്ട്സ് പേബിൾ വരുന്നു. സോ പുതിയ കറണ്ട് അസറ്റ് എന്താണ്, പുതിയ കറണ്ട് ലയബിലിറ്റി എത്രയാണ്? സോ എത്രയാണ് ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. എന്തായാലും 2.3 കുറവാണ് വരിക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടിയായിരുന്നോ സുബിത? കിട്ടി. അത് ഞാൻ ഹാഫ് എന്ന് പറഞ്ഞപ്പോ വീണ്ടും കമ്മിയാക്കി. അതായത് അപ്പൊ എനിക്കിപ്പോ ക്ലിയർ ആയി സർ. അപ്പൊ ക്ലിയർ ആയി. അതായത് നമ്മുടെ കറണ്ട് അസറ്റും ക്വിക്ക് അസറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റിൽ ഇൻക്ലൂഡഡ് ഉണ്ട് ഈ 5,000 ഉള്ള ഒരു എമൗണ്ട് ആണ് ഈ 2,000. ഓക്കെ, ആ 2,000 കഴിഞ്ഞുള്ള 3,000 ക്യാഷ് അക്കൗണ്ട് റിസീവബിൾ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കറണ്ട് അസറ്റിൽ നിന്നുള്ള 5,000 ഒരു 2,000 ഇൻവെന്ററി ആണ്. സോ ഈ കറണ്ട് അസറ്റിൽ നിന്നും 5,000 നിന്നും 2,000 ലെസ് ചെയ്താൽ നമുക്ക് ക്വിക്ക് അസറ്റ്സ് കിട്ടും അല്ലെ. ഇതാ ക്വിക്ക് അസറ്റ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ, കറണ്ട് അസറ്റിൽ നിന്നും നമ്മൾ ഇൻവെന്ററി ലെസ് ചെയ്താൽ നമുക്ക് ക്വിക്ക് അസറ്റ് കിട്ടും. കറണ്ട് അസറ്റ് ഇവിടെ 5,000 ആണ്, മൈനസ് ഇൻവെന്ററി 2,000 ആണെങ്കിൽ നമ്മുടെ ക്വിക്ക് അസറ്റ് എന്ന് പറഞ്ഞാൽ ക്യാഷ്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് പ്ലസ് അക്കൗണ്ട് റിസീവബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്വിക്ക് അസറ്റ് ഇവിടെ 3,000 ആണ് നമുക്ക് കിട്ടും അല്ലെ. ഇനി നമ്മുടെ ക്വിക്ക് റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ ക്വിക്ക് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി. ക്വിക്ക് അസറ്റിൽ ക്യാഷ് പ്ലസ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് പ്ലസ് അക്കൗണ്ട് റിസീവബിൾ, അത് അങ്ങനെയാണ് ഇതിന്റെ കോമൺ ആയിട്ട് ഞാൻ ക്വിക്ക് അസറ്റ് എഴുതി. ഇതാ ക്വിക്ക് റേഷ്യോ എന്ന് പറഞ്ഞാൽ 2 ആണ്. ഓക്കെ അല്ലെ. ക്വിക്ക് അസറ്റ് എത്ര നമുക്കറിയാം, 3,000 ആണ്, ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി. ഈ കറണ്ട് ലയബിലിറ്റി ആണ് കണ്ടുപിടിക്കുന്നത് അല്ലെ. 3,000 ഏതോ ഒരു എമൗണ്ട് ആയിട്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ 2 കിട്ടും, 1,500. ഇനി മാത്തമാറ്റിക്കലി നോക്കുകയാണെങ്കിൽ കറണ്ട് ലയബിലിറ്റി ഇങ്ങോട്ട് കൊണ്ടുവരാം, 2 ഇങ്ങോട്ട് കൊണ്ടുവരാം. അതായത് 3,000 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. സോ കറണ്ട് ലയബിലിറ്റി ഇവിടെ കിട്ടും 1,500. അതായത് നമ്മുടെ ഓപ്ഷൻ സി. ഇവിടെ ഈ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കറണ്ട് അസറ്റും അല്ലെങ്കിൽ കറണ്ട് റേഷ്യോസും ക്വിക്ക് റേഷ്യോസും തമ്മിൽ ഡിഫറൻസ് ആണ്. കറണ്ട് അസറ്റിൽ ക്യാഷ്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, ഇൻവെന്ററി, അക്കൗണ്ട് റിസീവബിൾ അതൊക്കെ വരും. അത് ക്വിക്ക് അസറ്റിലേക്ക് വരുമ്പോൾ ആ ഇൻവെന്ററി മാത്രമേ ഒഴിവാകുള്ളൂ, ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ അതിൽ വരും. അപ്പൊ 38 ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. 39 ക്ലിയർ ആണ് സർ. ക്ലിയർ ആണല്ലേ. ഇവിടെ ടോട്ടൽ അസറ്റ് 7,50,000 ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അത് കറണ്ട് അസറ്റ് എന്നാണ് കൊടുത്തുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കറണ്ട് അസറ്റ് ആ ഒരു എമൗണ്ട് ആക്കി എടുത്തു വെക്കാം. അത് ഏത് എമൗണ്ട് എടുത്താലും പ്രശ്നമില്ല, നമ്മുടെ കറണ്ട് റേഷ്യോ 2.3 ആയാൽ മതി. കറണ്ട് റേഷ്യോ 2.3 ആവണമെങ്കിൽ നമ്മുടെ കറണ്ട് ലയബിലിറ്റിയുടെ 2.3 ടൈംസ് ആയിരിക്കണം നമ്മുടെ കറണ്ട് അസറ്റ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ആ സെയിം എക്സാമ്പിൾ എടുത്തത് 2,30,000. ഓക്കെ, സോ ഇപ്പം 2,30,000 ഡിവൈഡഡ് ബൈ 1 lakh ആണ് നമ്മുടെ കറണ്ട് റേഷ്യോ 2.3 ആണ്. ഓക്കെ, ആഫ്റ്റർ ദിസ് പർച്ചേസ് കറണ്ട് റേഷ്യോ വിൽ, ഈ ഒരു പർച്ചേസ് കഴിയുമ്പോൾ നമ്മുടെ കറണ്ട് റേഷ്യോക്ക് എന്താ സംഭവിക്കുക എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. എന്താണ് ആ പർച്ചേസ് എന്ന് വെച്ചാൽ ഇൻവെന്ററി ആണ് അവർ വാങ്ങിയിട്ടുള്ളത്. എന്താ പർച്ചേസിങ് 7,50,000 ഓഫ് മെർച്ചൻഡൈസ്. മെർച്ചൻഡൈസ് എന്ന് പറഞ്ഞാൽ ഇൻവെന്ററി ആണ് ഉദ്ദേശിച്ചത്. ഓൺ ക്രെഡിറ്റ് ഫോർ റീസെയിൽ, റീസെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു, ക്രെഡിറ്റിനാണ് വാങ്ങിയത്. ഓക്കെ, സോ നമ്മുടെ കറണ്ട് അസറ്റിലേക്ക് ഇൻവെന്ററി ആയിട്ട് ഒരു 7,50,000 ആഡ് ആവും. അതുപോലെ തന്നെ കറണ്ട് ലയബിലിറ്റീസിലേക്ക് അക്കൗണ്ട്സ് പേയബിൾ എന്ന് പറഞ്ഞില്ല, ഈ പൈസ നമ്മൾ കൊടുത്തിട്ടില്ല, നമുക്കൊരു ലയബിലിറ്റി ആണ് അല്ലെ. സോ ഈ 7,50,000 സെയിം എമൗണ്ട് നമ്മുടെ കറണ്ട് ലയബിലിറ്റീസിലും ആഡ് ആവും, 7,50,000. അങ്ങനെയാണെങ്കിൽ നമ്മൾ പുതിയ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ 2,30,000 7,50,000 കൂടി ആഡ് ചെയ്താണ് 2,30,000 പ്ലസ് 7,50,000. പുതിയ കറണ്ട് അസറ്റ് 9,80,000 ആണ്, ഡിവൈഡ് ബൈ പുതിയ കറണ്ട് ലയബിലിറ്റി. ആദ്യത്തെ കറണ്ട് ലയബിലിറ്റിയിലേക്ക് 7,50,000 ആഡ് ചെയ്താണ്. സോ 1 lakh 7,50,000 8,50,000. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 9,80,000 ഡിവൈഡ് ബൈ 8,50,000 ചെയ്താൽ 1.15 ആണ് വരിക. 1.15 ആണ് നമ്മുടെ പുതിയ കറണ്ട് റേഷ്യോ. ഓക്കെ, സോ 2.3 എന്നുള്ള കറണ്ട് റേഷ്യോ റിഡ്യൂസ് ആയിട്ട് 1.115 എത്തി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്നുള്ളത് വിൽ ബി
ബി ലോവർ ദാൻ 2.3 ടൈംസ്. നമ്മുടെ കറണ്ട് റേഷ്യോ റെഡ്യൂസ് ആയി. അതാണ് സംഭവിച്ചിട്ടുള്ളത്. ക്ലിയർ ആണോ? ആൻസർ നല്ല വൃത്തിക്ക് ഉണ്ടായിക്കോട്ടെ. ഫോർ എക്സാമ്പിൾ, ഞാനൊരു എക്സാമ്പിൾ ആണ് ഇവിടെ എടുത്ത്, ഏത് എമൗണ്ട് എടുത്താലും പ്രശ്നമില്ല. ഇനി 2310 എടുത്താലും കുഴപ്പമില്ല, 2.31 എടുത്താലും കുഴപ്പമില്ല. ഇതിന്റെ ഒരു സംഭവം എങ്ങനെ എന്ന് വെച്ചാൽ, ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ നമ്മളൊരു റേഷ്യോയിലേക്ക് ഇതാണ് ഈ റേഷ്യോന്റെ വാല്യൂ. ഓക്കെ, ഞാൻ വി എന്ന് എഴുതുന്നില്ല, കറണ്ട് സി ആർ എന്ന് എഴുതുന്നില്ല, കറണ്ട് റേഷ്യോ. നമുക്ക് കറണ്ട് റേഷ്യോ കിട്ടാൻ ഈ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനായിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ ഈ ന്യൂമറേറ്ററിലേക്കും ഡിനോമിനേറ്ററിലേക്കും സെയിം എമൗണ്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ ഈ കറണ്ട് റേഷ്യോ എന്നുള്ള വാല്യൂ റെഡ്യൂസ് ആവും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇനി സെയിം എമൗണ്ട് ഞാൻ ലെസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കറണ്ട് റേഷ്യോന്റെ വാല്യൂ ഇൻക്രീസ് ആവും. ഓക്കെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ. 10/5 എന്ന് പറഞ്ഞാൽ 2 ആണ്. ഞാൻ ഈ ന്യൂമറേറ്ററിലേക്കും ഡിനോമിനേറ്റർ മൂവിസിനോട് ശ്രദ്ധിച്ചോ, 10/5 ആണ് നമ്മുടെ ഈ ഒരു കറണ്ട് റേഷ്യോന്റെ ഉത്തരം. ഇതാണ് നമ്മൾ ന്യൂമറേറ്ററിൽ, 5 ആണ് ഡിനോമിനേറ്റർ. ഞാൻ ന്യൂമറേറ്ററിലേക്കും ഡിനോമിനേറ്ററിലേക്കും സെയിം എമൗണ്ട് എന്ന് പറഞ്ഞാൽ 2 എന്ന് പറഞ്ഞ എമൗണ്ട് ഞാൻ ആഡ് ചെയ്യുമ്പോൾ, സോ ന്യൂമറേറ്റർ 12 ആയി, ഡിനോമിനേറ്റർ 7 ആയി. ഓക്കെ, 12/7 ചെയ്താൽ 12/7 ചെയ്തിട്ടുണ്ടെങ്കിൽ 1.71 ആയിട്ട് ഈ റേഷ്യോ ഡിക്രീസ് ആയി. ഓക്കെ, ഇനി ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും ഞാൻ സെയിം എമൗണ്ട് ലെസ് ചെയ്യാന്ന് വിചാരിക്കും. അപ്പം ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ 10ൽ നിന്നും ഞാൻ 2 ലെസ് ചെയ്തിട്ട് ന്യൂമറേറ്റർ 8 ആയി. ഡിവൈഡഡ് ബൈ 5 എന്ന് ഞാൻ 3 ലെസ് ചെയ്തപ്പോൾ ഡിനോമിനേറ്റർ 3 ആയി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 8/3 എന്നുണ്ടെങ്കിൽ 2.66. ഈ വാല്യൂ, ഈ റേഷ്യോന്റെ വാല്യൂ ഇൻക്രീസ് ആയി ചെയ്യണം. ഓക്കെ, സോ ഒരു റേഷ്യോയിലേക്ക് സെയിം എമൗണ്ട് നമ്മൾ ആഡ് ചെയ്താൽ, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെയിം വാല്യൂ എമൗണ്ട് രണ്ട് സ്ഥലത്തും ആഡ് ചെയ്താൽ ആ റേഷ്യോന്റെ വാല്യൂ കുറയും. ആ റേഷ്യോന്റെ വാല്യൂ കുറഞ്ഞതാണ് നമ്മളിപ്പോൾ കണ്ടത്. ന്യൂമറേറ്ററിലേക്കും ഡിനോമിനേറ്ററിലേക്കും സെയിം എമൗണ്ട് വരികയാണെങ്കിൽ അക്കൗണ്ട്സ് പേയബിൾ ക്രിയേറ്റ് ആകുന്നുണ്ട് എന്നുള്ള ആ ഒരു സാധനം നമ്മുടെ മൈൻഡിലേക്ക് വരണം. നമ്മൾ കടത്തിനാണ് സാധനം വാങ്ങുന്നതുകൊണ്ട് നമ്മളെ കറണ്ട് അസറ്റിലേക്ക് ഇൻവെന്ററി ആയിട്ട് എമൗണ്ട് കൂടി. അതുപോലെ തന്നെ നമ്മൾ പൈസ കൊടുത്തിട്ടില്ല, ക്രെഡിറ്റിനാണ് വാങ്ങിയതുകൊണ്ട് അക്കൗണ്ട്സ് പേയബിളിലേക്കും ആ 7,50,000 സെയിം എമൗണ്ട് വേണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പുതിയ കറണ്ട് അസറ്റ് നേരത്തെ കാർഡുള്ളതിനെക്കാട്ടും കുറവായിരിക്കും. ക്ലിയർ അല്ലേ? ആരാധന ക്ലിയർ അല്ലേ? യെസ് സർ, ക്ലിയർ ആണ്. ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ 19 ദിവസം സിമ്പിൾ ആണ്. The company is quick ratio is. ആവശ്യമുള്ള മാത്രം എടുത്താൽ മതി, അനാവശ്യമുള്ള ഫലം തരും. ഇവിടെ ഒരു ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി എന്നുള്ള സൈറ്റ് ഉണ്ട്. ഓക്കെ, അത് ഒരു നോൺ കറന്റ് ലയബിലിറ്റി ആണ്. ഒരു വർഷം കഴിഞ്ഞിട്ട് റീപേ ചെയ്യേണ്ട ഒരു ബാധ്യതയാണ് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി. ഇൻകം ടാക്സ് പേയബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റം ഉണ്ട്. ഓക്കെ, അതായത് ടാക്സ് പേയബിൾ, അതൊരു കറന്റ് ലയബിലിറ്റി ആണ്. ക്വിക്ക് റേഷ്യോ ആണ് കാണേണ്ടത്. ക്വിക്ക് റേഷ്യോ കാണാൻ വേണ്ടിയിട്ട് ക്വിക്ക് അസറ്റ് ഡിവൈഡ് ബൈ കറന്റ് ലയബിലിറ്റി. ക്വിക്ക് അസറ്റിലേക്ക് എന്തൊക്കെ വരും, കറന്റ് ലയബിലിറ്റിയിലേക്ക് എന്തൊക്കെ വരും എന്ന് പറഞ്ഞാൽ ആൻസർ വരും. 2 വേണം. ഈ ടാക്സ് പേയബിൾ നോൺ കറന്റ് ലയബിലിറ്റിയിലല്ല വരുന്നത്. അല്ല, ഇൻകം ടാക്സ് പേയബിൾ എന്ന് പറഞ്ഞാൽ കറന്റ് അസറ്റ്, കറന്റ് ലയബിലിറ്റി ആണ്. ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ആണ് നമ്മുടെ നോൺ കറന്റ് അസറ്റ്. നോൺ കറന്റ് അസറ്റ് ആണ്, നോൺ കറന്റ് അസറ്റ് അല്ല, നോൺ കറന്റ് ലയബിലിറ്റി. ഇൻകം ടാക്സ് പേയബിൾ എന്ന് പറഞ്ഞാൽ കറന്റ് ലയബിലിറ്റി ആണ്.
ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ വർഷത്തെ ടാക്സ് പേ ചെയ്യാണ്ട് ഈ വർഷം എന്തായാലും അടിക്കണം, വിത്തിൻ 1 ഇയർ ആണല്ലോ. വൺ പോയിന്റ് 50. 1.5 അല്ലല്ലോ, ഇങ്ങോട്ട് നോക്കിക്കേ. കറന്റ് ലയബിലിറ്റീസിൽ എന്തൊക്കെ വന്നു? ക്വിക്ക് റേഷ്യോയില് ക്യാഷ്, മാർക്കറ്റ് സെക്യൂരിറ്റീസ്, അക്കൗണ്ട് റിസീവബിൾ, ഇത് ക്ലിയർ അല്ലേ? ക്വിക്ക് അസറ്റ്സിൽ ക്യാഷ് ഉണ്ട്, അക്കൗണ്ട് റിസീവബിൾ ഉണ്ട്, മാർക്കറ്റ് സെക്യൂരിറ്റീസ് ഉണ്ട്. കറന്റ് ലയബിലിറ്റീസിൽ എന്തൊക്കെ വരുന്ന നോക്കിയാൽ മതി. എന്തൊക്കെ നിങ്ങൾ ആഡ് ചെയ്തത്? ഓപ്ഷൻ ഏതൊക്കെയാന്ന് കാണിച്ചത്? ഓപ്ഷൻസ് ഇതാ. അക്കൗണ്ട്സ് പേയബിൾ 0.97. അതെ, 0.97. 0.97. അക്കൗണ്ട്സ് പേയബിൾ പേയബിൾ, എടുത്തിട്ടില്ല. ഇൻകം ടാക്സ് പേയബിൾ. ഇൻകം ടാക്സ് പേയബിൾ കറന്റ് ലയബിലിറ്റി ആണ്. ഓക്കെ, പിന്നൊന്നും എടുത്തില്ല. പിന്നൊന്നും എടുത്തിട്ടില്ല. അടിയിലേക്ക് നോക്കിക്കേ, ഇവിടേക്ക് നോക്കിക്കേ. അതർ കറന്റ് ലയബിലിറ്റീസ് എടുത്തിട്ടില്ല. ആ, വേറൊന്നും കൂടി ഉണ്ട്, വേറൊന്നും കൂടി ഉണ്ട്. പ്രീപെയ്ഡ് എക്സ്പെൻസസ്. പ്രീപെയ്ഡ് അല്ല, എക്സ്പെൻസ് കറന്റ് അസറ്റ് അല്ലേ? അത് കറന്റ് ലയബിലിറ്റി ആണ്. അല്ല, കറന്റ് അസറ്റ് ആണ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് നമുക്ക് ആവശ്യമില്ല. നമ്മുടെ കറന്റ് റേഷ്യോ അല്ല ചോദിച്ചത്, ക്വിക്ക് റേഷ്യോ ആണ് ചോദിച്ചത്. സോ ക്വിക്ക് അസറ്റ്സ് മാത്രം നോക്കിയാൽ മതി. കറന്റ് ലയബിലിറ്റീസിലുള്ള ഒരു ഐറ്റം കൂടി ഉണ്ട്. നോട്ട്സ് പേയബിൾ വിത്തിൻ 1 ഇയർ. യാ, നോട്ട്സ് പേയബിൾ വിത്തിൻ 1 ഇയർ. ഇവിടെ ലോങ് ടേം നോട്ട്സ് പേയബിൾ ഉണ്ട്, അത് നോൺ കറന്റ് ലയബിലിറ്റി ആണ്. പക്ഷെ ഒരു വർഷത്തിനുള്ളിൽ തിരിച്ചടയ്ക്കേണ്ട കടം കറന്റ് ലയബിലിറ്റി ആണ്. ആരാധന കിട്ടിയോ? സർ കിട്ടി. കിട്ടി. ഒരു ക്ലാസ് എത്ര മണി വരെയാ? എങ്ങനെ? ക്ലാസ് എത്ര മണി വരെയാ? ക്ലാസ് ഇപ്പൊ കഴിയും. ഞാനൊരു ഹോംവർക്ക് കൂടി തരാം. ഹോംവർക്ക് ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചതാണ്, നിങ്ങൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. അപ്പൊ ഞാൻ പറഞ്ഞു തരാം, എന്നാ വിട്ട ഇതേ പരിപാടി ഉണ്ടോ? ഒരു 10 മിനിറ്റ്സിനുള്ളിൽ. ആ, ഓക്കെ. ഫുഡ് കഴിച്ചിട്ട്. ഇതാ ഇവിടെ ക്യാഷ് 27,500 ആണ്. 27,500 പ്ലസ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് 64,000 ആണ്. 64,000 ആണ്. അതുപോലെ തന്നെ അക്കൗണ്ട്സ് റിസീവബിൾ നെറ്റ് 1,15,000 ആണ്. സോ നമ്മുടെ ക്വിക്ക് അസറ്റ്സ് കിട്ടി 27,500, 27,500, 64,000, 111, 115,000, 2,06,000, 2,06,500 ആണ് ക്വിക്ക് അസറ്റ്. ഇനി കറന്റ് ലയബിലിറ്റീസിൽ എന്തൊക്കെ വരും നോക്കിയാൽ മതി. ഇതാ അക്കൗണ്ട്സ് പേയബിൾ ഉണ്ട് 67,000, അക്കൗണ്ട്സ് പേയബിൾ ഉണ്ട്. അതുപോലെ തന്നെ ഇതാ ഇൻകം ടാക്സ് പേയബിൾ ഉണ്ട്. ഇൻകം ടാക്സ് പേയബിൾ ഉണ്ട്. അതുപോലെ തന്നെ നോട്ട്സ് പേയബിൾ വിത്തിൻ 1 ഇയർ, ഒരു വർഷം കൊണ്ട് അടയ്ക്കേണ്ട നോട്ട്സ് വിത്തിൻ 1 ഇയർ. അതുപോലെ തന്നെ അതർ കറന്റ് ലയബിലിറ്റീസ് ഉണ്ട്, അതർ കറന്റ് ലയബിലിറ്റീസ്. സോ അക്കൗണ്ട്സ് പേയബിൾ എന്നുള്ളത് 67,000 ആണ്. അതുപോലെ തന്നെ പ്ലസ് ഇൻകം ടാക്സ് പേയബിൾ എന്നുള്ളത് 70,000 ആണ്. നോട്ട്സ് പേയബിൾ വിത്തിൻ 1 ഇയർ 54,000 ആണ്. പ്ലസ് അതർ കറന്റ് ലയബിലിറ്റീസ് 22,500 ആണ്. അങ്ങനെയാണെങ്കിൽ 67,000 പ്ലസ് 70,000 പ്ലസ് 54,000 പ്ലസ് 22,500, 2,13,500. സോ നമുക്കിപ്പോ ക്വിക്ക് അസറ്റ്സും കിട്ടി, കറന്റ് ലയബിലിറ്റീസും കിട്ടി. ഇനി ക്വിക്ക് റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടി സിമ്പിൾ ആണ്. ക്വിക്ക് റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ക്വിക്ക് അസറ്റ്സ് ആയിട്ടുള്ള 2,06,500 ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റീസ് 2,13,500, 2,13,500. അങ്ങനെയാണെങ്കിൽ 2,06,500 ഡിവൈഡ് ബൈ 2,13,500, 0.967 റൗണ്ട് ആക്കിയിട്ട് 0.97. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഒറ്റ ഹോംവർക്ക് കൂടി ഞാൻ തരാം. ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ചെയ്യുക. ഇതിങ്ങനെ ഫോട്ടോ അയച്ചു തന്നാൽ ഞങ്ങൾക്ക് ഇപ്പോൾ കൺഫ്യൂഷൻ ആവുന്നതാണ്. എ കമ്പനി ഹാസ് എ 1
A company has a current ratio of 1.4. Current ratio of 1.4 and a quick ratio of 1.2. Current ratio 1.4 ആണ്, quick ratio 1.2 ആണ്. And following is the partial summary of ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിന്റെ ഒരു പാർഷ്യൽ സമ്മറി തന്നിട്ടുണ്ട്, ഒരു പകുതി തന്നിട്ടുണ്ട്. ബാക്കി നമ്മൾ ഫില്ല് ചെയ്യണം. ഓക്കെ, കറണ്ട് റേഷ്യോ 1.4 ആണ്, ക്വിക്ക് റേഷ്യോ 1.2 ആണ്. ഇനി ബാലൻസ് ഷീറ്റിലെ കുറച്ച് ഐറ്റംസ് തരുന്നുണ്ട് ഇവിടെ. ക്യാഷ് 10 ആണ്. ഓക്കെ, അക്കൗണ്ട്സ് റിസീവബിള് എത്രയാണെന്ന് എനിക്കറിയില്ല, നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നുണ്ട്. ഇൻവെന്ററി എത്രയാണെന്ന് എനിക്കറിയില്ല, നമ്മുടെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. അതുപോലെ തന്നെ ഫിക്സഡ് അസറ്റ്സ്, ഇത് മൂന്നും ആഡ് ചെയ്താൽ നമുക്ക് കറണ്ട് അസറ്റ് കിട്ടും. അതിൻ്റെ കൂടെ ഫിക്സഡ് അസറ്റ് കൂടി ഉണ്ട്. ഫിക്സഡ് അസറ്റ് അതായത് നോൺ കറണ്ട് അസറ്റ്. ഫിക്സഡ് അസറ്റ്സ് അതും എത്രയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ടോട്ടൽ അസറ്റ് എനിക്കറിയാം. ടോട്ടൽ അസറ്റ് 100 ആണെന്ന് എനിക്കറിയാം. ഓക്കെ, ഇനി ലയബിലിറ്റി സൈഡിൽ കറണ്ട് ലയബിലിറ്റി എനിക്കറിയില്ല. കറണ്ട് ലയബിലിറ്റി ക്വസ്റ്റ്യൻ മാർക്ക്. ലോങ് ടേം ലയബിലിറ്റീസ് 40 ആണ്. ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി എന്നുള്ളത് SHE ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി 30 ആണ്. സോ ടോട്ടൽ അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ ആയതുകൊണ്ട് ടോട്ടൽ ലയബിലിറ്റീസ് പ്ലസ് ഇക്വിറ്റി ഞാൻ 100 ചെയ്യുന്നുണ്ട്. ടോട്ടൽ ലയബിലിറ്റീസ് ആൻഡ് ഇക്വിറ്റി 100 ആണ്. നിങ്ങളെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടൊക്കെ ഫില്ല് ചെയ്യാം. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഇതാണ് ക്വസ്റ്റ്യൻ. എ കമ്പനി ഹാസ് എ കറണ്ട് റേഷ്യോ 1.4. കറണ്ട് റേഷ്യോ 1.4 ആണ്. സോ കറണ്ട് റേഷ്യോ എങ്ങനെയാണ് 1.4ലേക്ക് എത്തുക? കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി ആയിരിക്കും. ക്വിക്ക് റേഷ്യോ 1.2 ആണ്. ക്വിക്ക് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി. കറണ്ട് അസറ്റും ക്വിക്ക് അസറ്റിനുള്ള ഡിഫറൻസ് മനസ്സിലാക്കുക, എന്നിട്ട് ഒന്ന് ആഞ്ഞു പിടിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അക്കൗണ്ട് റിസീവബിൾ നിങ്ങൾക്ക് എത്രയാണെന്ന് അറിയണം. ഇൻവെന്ററി എത്രയാണെന്ന് അറിയണം. ഫിക്സഡ് അസറ്റ് നിങ്ങൾക്ക് കിട്ടും, അതിന് കറണ്ട് റേഷ്യോ ക്വിക്ക് റേഷ്യോ ഒന്നും ഇല്ല. ഈ രണ്ട് ഐറ്റംസ് കിട്ടിയാൽ ഇതിന്റെ ബാലൻസ് ഫിഗർ ആയിട്ട് ഫിക്സഡ് അസറ്റ് കിട്ടുമല്ലോ. കറണ്ട് അസറ്റ് ടോട്ടൽ 42 ആണ്. കറണ്ട് അസറ്റ് ഹോംവർക്ക് ആയിട്ട് ചെയ്തോ, നാളെ ചെയ്താൽ മതി. 30. എങ്ങനെ കേട്ടില്ല? കറന്റ് ലയബിലിറ്റീസ് 30 അല്ലേ? അതെ, 30 ആണ്. അത് സിമ്പിൾ അല്ലേ? ഇതിന് ബാലൻസിങ് ഫിഗർ ആണ്. 100 ആണ് ടോട്ടൽ അസറ്റ് ആൻഡ് ഇക്വിറ്റി. അതിലെ 30ഉം 40ഉം 70 ഓൾറെഡി ആയി. ഈ 100ലേക്ക് 30 കൂടി ഉള്ളൂ, അതായിരിക്കും കറന്റ് ലയബിലിറ്റി. അത് വെച്ചിട്ട് നിങ്ങൾ ബാക്കിയുള്ളൊക്കെ അക്കൗണ്ട് റിസീവബിളും ഇൻവെന്ററിയും ഫിക്സഡ് അസറ്റും കണ്ടുപിടിക്കുക. അതാണോ? ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
ഇല്ല. സുവിധ ക്ലിയർ അല്ലേ? സാർ എനിക്കിന്ന് എല്ലാം കൺഫ്യൂസ്ഡ് ആണ്. അതാണ് ഒരു 10 മിനിറ്റ് പോയാലുള്ള ബുദ്ധിമുട്ടാണ്. ഒരു കാര്യം ചെയ്യും, റെക്കോർഡിങ്സ് ഒന്ന് ആ ടൈമിലെ റെക്കോർഡിങ്സ് ഒന്ന് കണ്ടിട്ട് നമ്മൾ ആ ചെയ്ത 2 ക്വസ്റ്റ്യൻ ഇല്ലേ, അത് അവിടെ ഒന്ന് കൺഫ്യൂഷൻ ആയതുകൊണ്ടാണ് ബാക്കിയുള്ള കൺഫ്യൂഷൻ ആയത്. ഓക്കെ, അതൊന്ന് പിന്നെ കണ്ടിട്ട് പോയി. ഒന്ന് സ്പീഡാക്കി കണ്ടാൽ മതി. 1.25 കണ്ടാൽ മതി. മിസ്സായ ഭാഗം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഓക്കെ സാർ. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ നമ്മൾ നാളെ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞാൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ കൂടി കംപ്ലീറ്റ് ആയാൽ നമ്മൾ ലിക്വിഡിറ്റി റേഷ്യോസ് കഴിഞ്ഞ്. സോ നാളെ നമ്മൾ ഡിസ്കസ് ചെയ്യാനാണ് ആക്ടിവിറ്റി റേഷ്യോസ്. ഓക്കെ, പറ്റുകയാണെങ്കിൽ ആക്ടിവിറ്റി റേഷ്യോസിന്റെ ആ ടെക്സ്റ്റ് ഒന്ന് വായിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. ഓക്കെ, ആക്ടിവിറ്റി റേഷ്യോസ് എന്നുള്ള ആ ഒരു ടോപ്പിക്കിന്റെ ടെക്സ്റ്റ് സമയം ഉണ്ടെങ്കിൽ ഒന്ന് വായിക്കും. ആരാധന ക്ലിയർ അല്ലേ? Yes, sir. മൂശിറ ക്ലിയർ അല്ലേ? സാർ ഇന്നത്തെ റെക്കോർഡിംഗ് ഒന്ന് അയച്ചു തരാൻ പറയും. ഞാൻ പറയാം. 36 ആണ് 36 ആണ് എന്ത്? ക്വിക്ക് അസറ്റ്. അതെ, ശരിയാണ്. അപ്പൊ ഇൻവെന്ററി എത്രയായിരിക്കും? ഈ ക്വസ്റ്റ്യൻ എഴുതിയെടുത്തിട്ടില്ല എല്ലാവരും? എഴുതിയെടുത്തു. ഉം. ഉം. 84 ആണ്. എത്ര 84. 84 ഉണ്ട്. അല്ല അല്ല അല്ല. കറണ്ട് അസറ്റ്സ് കിട്ടി. അതെ, ക്വിക്ക് അസറ്റ്സ് 16. അക്കൗണ്ട്സ് റിസീവബിൾ 26 അല്ലേ? 26 ആണ്. ക്യാഷ് 10 തന്നെ പ്ലസ് 26 പ്ലസ് ഫിക്സ്ഡ് അസറ്റ് 48. 48 അല്ല. ഫിക്സഡ് അസറ്റ് നമുക്ക് ബാലൻസിംഗ് ഫിഗർ ആയിട്ട് കിട്ടാം. ഫിക്സഡ് അസറ്റ് ലാസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാം. ഈ കറണ്ട് ലാബിലിറ്റി നമ്മൾ ഓക്കെ 30 കണ്ടുപിടിച്ച പോലെ 30 എടുക്കും. പക്ഷെ ക്യാഷും അക്കൗണ്ട് റിസീവബിളും ആണല്ലോ നമ്മുടെ ഇത് ക്വിക്ക് അസറ്റ്സ്. ഇത് മൂന്നും കൂടി ഉള്ളതാണല്ലോ അതെ അതെ. കറണ്ട് അസറ്റ്. അത് വെച്ച് ഇൻവെന്ററി കണ്ടുപിടിക്കാൻ പറ്റും. 42 40 മൈനസ് 6 ആണ്. 6 ആണ് ഇൻവെന്ററി. 6 ആണ്. 6 ഇൻവെന്ററി. സോ Sir, account receivable എത്രയാ? ഞാൻ പറഞ്ഞില്ല, ആകെ 3 കണ്ടുപിടിക്കാൻ 58 ആണ്. 58 ആണ് ഫിക്സ്ഡ് അസറ്റ് വരുന്നത്. 58 ആണ് ഫിക്സഡ് അസറ്റ്. ക്യാഷ് 10, അക്കൗണ്ട്സ് റിസീവബിൾ 26, ഇൻവെന്ററി 6, ഫിക്സ്ഡ് അസറ്റ് 58, കറന്റ് ലയബിലിറ്റി 30. എല്ലാവർക്കും ആൻസർ കിട്ടിയല്ലേ? എല്ലാവരും ചെയ്തു നോക്കണേ. കറണ്ട് റേഷ്യോ യൂസ് ചെയ്യുക, ക്വിക്ക് റേഷ്യോ യൂസ് ചെയ്യുക. എന്നിട്ട് ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല. ഓക്കെ, കറണ്ട് അസറ്റ്സിൽ എന്തൊക്കെയാണ് വരിക, ക്വിക്ക് അസറ്റ്സിൽ എന്തൊക്കെയാണ് വരിക, ആ റേഷ്യോ കറണ്ട് അസറ്റ് ഈസ് ഇക്വൽ ടു കറണ്ട് ലയബിലിറ്റീസ് ഡിവൈഡ് ബൈ കറണ്ട് റേഷ്യോ ഈസ് ഇക്വൽ ടു കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി. ആ ഇക്വേഷൻ അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി ഇങ്ങനെ ചെയ്താൽ മതി. ഈ ഫിക്സഡ് അസറ്റ് നിങ്ങൾക്ക് ബാലൻസ് ഫിഗർ ആയിട്ട് കിട്ടും. ഓക്കെ, ഹോംവർക്ക് ആയിട്ട് ചെയ്താൽ മതി, കുഴപ്പമില്ല. നമ്മൾ നാളെ സ്റ്റാർട്ടിങ് ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ കൂടി. എന്നിട്ട് നമുക്ക് ഫ്രഷ് ആയിട്ട് നാളെ ആക്ടിവിറ്റി റേഷ്യോസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, പറ്റുകയാണെങ്കിൽ അതിന്റെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് കുറച്ച് പേജ് ഉണ്ടാവുള്ളൂ, ഒന്ന് വായിച്ചു വരാൻ പറ്റുകയാണെങ്കിൽ നന്നായിരിക്കും. ഓക്കെ, സുവിധ ഇന്നത്തെ ആ മിസ്സായിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ റെക്കോർഡിങ്സ് ഒന്ന് കണ്ടോളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ, ഓക്കെ സാർ. റെക്കോർഡിംഗ് ഒന്ന് ഇന്ന് അയച്ചു തരാൻ പറയോ? പറയാം. ഇന്ന് മീൻസ് അത് റെക്കോർഡിംഗ് ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞാൽ ഒരു 1 ഹവറിനുള്ളിലാണ് അത് പ്രോസസ് ആവും. അപ്പോൾ കാരണം ഇന്നലത്തെ റെക്കോർഡിംഗ് ഇതുവരെ അപ്ലോഡ് ആയിട്ടില്ല. അപ്ലോഡ് ആയിട്ടില്ല. ഓക്കെ, ഞാൻ സാറിനോട് പറയാം. ഇന്നത്തെ ഒന്ന് പറഞ്ഞ ചെയ്യാൻ പറയാം. ഓക്കെ, അല്ലെങ്കിൽ ഈ റെക്കോർഡ് മീൻസ് യൂട്യൂബ് വേർഷൻ ഇതല്ലാതെ എഡിറ്റഡ് അല്ലാതെ ഡയറക്റ്റ് തന്നാലും മതി. സാർ പറഞ്ഞിട്ട്. സാറിനോട് പറഞ്ഞാൽ മതി. ഞാൻ സാറിനോട് പെട്ടെന്ന് ചെയ്യാൻ പറയാം. ഓക്കെ, ഓക്കെ സാർ, താങ്ക് യു. അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ 8 PM. ഓക്കെ, താങ്ക് യു. Thank you, sir. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു.